ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മഞ്ഞാക്കലച്ചന്റെ സഭാവിരുദ്ധ പ്രബോധനം. ഏക റീത്ത് വാദം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സത്യപ്രബോധനത്തിന് എതിരാണ്. ഏക റീത്ത് വാദം ഏക സുവിശേഷവാദം പോലെ അപകടമാണ്. മഞ്ഞാക്കലച്ചൻ എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമില്ലെന്ന് മാത്രമല്ല, എനിക്ക് അദ്ദേഹത്തിന് ബഹുമാനമാണ്. എങ്കിലും അച്ഛൻ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ സഭയുടെ ഔദ്യോഗിക പ്രബോധനമായിട്ട് ചേർന്ന് പോകുന്നില്ല എന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ. അച്ഛന്റെ വീഡിയോ കേട്ട് പലരും സംശയം എന്നോട് ചോദിക്കുകയുണ്ടായി. ചിലർക്കെല്ലാം ആശയക്കുഴപ്പമുണ്ടായി. അപ്പൊ സഭയുടെ പ്രബോധനത്തിന് ചേർന്ന് പോകുന്നതാണോ എന്ന് സംശയമുള്ളത് കൊണ്ട് സഭയുടെ പ്രബോധനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ഏക റീത്ത് വാദം, അതാണ് അച്ഛന്റെ പ്രബോധനത്തിലെ ഒരു തെറ്റ് എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ബൈബിൾ വെച്ചിട്ട്, എന്നിട്ട് ബൈബിൾ വെച്ച് നോക്കിയിട്ട് പിന്നെ കത്തോലിക്ക സഭയുടെ മതബോധനം, രണ്ടാം വത്തിക്കാൻ സൂനോദോസൊക്കെ ഒന്ന് ചെറുതായിട്ട് പരിഗണിക്കാം. അച്ഛന്റെ പ്രബോധനം തെറ്റാണ് എന്ന് വിശുദ്ധ ലിഖിതങ്ങളുടെയും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനം വെളിച്ചത്തിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവർഷം 30 തിബേരിയസ് എന്ന ഗലീലക്കടലിന്റെ അക്കരെ വെച്ച് ഈശോ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 യഹൂദ പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുത്തു. യഹൂദ പുരുഷന്മാർക്ക് അവരെ ഒരു കുർബാന സമുദായമായി രൂപാന്തരപ്പെടുത്താനുള്ള വിത്ത് പാകുകയായിരുന്നു കർത്താവ്. മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം, മത്തായി 14, യോഹന്നാൻ 6. യഹൂദന്മാർക്കാണ്, യഹൂദ ഒരു ക്രൗഡ്, ജനക്കൂട്ടത്തിനാണ് കർത്താവിന്റെ ആദ്യത്തെ അപ്പം വർധന. അത് യഹൂദ പുരുഷന്മാർ, സ്ത്രീകളും കുട്ടികളും ഒഴികെ അവരെ ഒരു കുർബാന സമുദായമായി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കുർബാനയുടെ അതേ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് അപ്പവും മീനും ആശീർവദിക്കുന്നത്. അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് നൽകി, അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. കുർബാനയുടെ അതേ സ്ഥാപന വാക്യങ്ങൾ, അതേ ഫോർമുലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിറ്റേ വർഷം ക്രിസ്തുവർഷം 31 സിറിയയിലെ ടൈർ പ്രദേശത്തിന്റെ അതിർത്തി വിട്ട് സീദോൻ വഴിയായി ദെക്കപ്പോലിസ് ദേശത്തിന്റെ 10 നഗരങ്ങള് ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീലക്കടലിന്റെ തീരത്ത് വന്നു. മർക്കോസ് 8, മത്തായി 15. അവിടെ വെച്ച് ഏഴപ്പം ഉപയോഗിച്ച് സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000 വിജാതീയ പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ മറ്റൊരു കുർബാന സമുദായമായി രൂപാന്തരപ്പെടുത്താനുള്ള തുടക്കമിട്ടു. ഈ രണ്ടാമത്തെ അപ്പം വർധന യഹൂദർക്കുള്ളതല്ല, വിജാതീയ പുരുഷന്മാർക്കാണ്. സ്ത്രീകളും കുട്ടികളും ഒഴികെ വിജാതീയ പുരുഷന്മാർക്കാണ്. വിജാതീയ നാട്ടിൽ പോയി കർത്താവ് തിരിച്ചു വരുന്ന ആ വഴിയിലാണ് ദെക്കപ്പോലിസ് എന്ന് പറഞ്ഞാൽ യവനവൽക്കരിക്കപ്പെട്ട പട്ടണങ്ങൾ. അതിന്റെ നടുവിലൂടെ വന്നിട്ടാണ് ഈ ഗലീല തീരത്ത്, ഗലീലക്കടലിന്റെ അക്കരെ, അങ്ങേക്കരയ്ക്ക്, അതായത് വിജാതിര നാട്ടിൽ വെച്ചിട്ടാണ് ഈ രണ്ടാമത്തെ അപ്പം വർധന നടക്കുന്നത്. ഈ രണ്ട് സമുദായങ്ങളെയും കേസറിയ ഫിലിപ്പിയയിൽ വെച്ച് വിശ്വാസ സമുദായമായ സഭയായി രൂപാന്തരപ്പെടുത്തുകയാണ് ഈശോ ചെയ്തത്. മർക്കോസ് 8, മത്തായി 16. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഈ അപ്പം വർദ്ധിപ്പിച്ച ജനങ്ങളൊക്കെ പറഞ്ഞതും പിന്നെ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്. പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്, നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറയുകയും പത്രോസ് ആകുന്ന പാറമേലെ കർത്താവ് സഭ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ 2 കുർബാന സമുദായങ്ങള്, ഒരൊറ്റ സഭ. അവിടെ തന്നെ റീത്തിന്റെ പല റീത്തുകൾ, ഒരൊറ്റ സഭ. പല റീത്തുകൾ, ഒരൊറ്റ സഭ. റീത്ത് എന്താണെന്നൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചിന്തിക്കാം. അപ്പോൾ ഇതിന്റെ വിത്തിട്ടത് കർത്താവ് ശംസിക്കുകയാണ്. 2 അപ്പം വർധനവിലൂടെ ഒന്ന് യഹൂദ സമുദായത്തിനും മറ്റൊന്ന് വിജാതീയ സമുദായത്തിനും 2 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിച്ച് ആ അപ്പം വർധനവിലൂടെ 2 കുർബാന സമുദായങ്ങളെക്ക് തുടക്കമിട്ടിട്ട് ആ 2 കുർബാന സമുദായങ്ങളെയും ഒരു വിശ്വാസ സമുദായമായ സഭയായിട്ട് രൂപാന്തരപ്പെടുത്തി. ഇത് കർത്താവ് ചെയ്തതാണ്. അല്ലാണ്ട് നമ്മള് പൗരസ്ത്യ നാട്ടിലുണ്ടാക്കിയതോ പാശ്ചാത്യ നാട്ടിലുണ്ടാക്കിയതോ സഭ ക്രിയേറ്റ് ചെയ്തോ അല്ല. നമ്മുടെ കർത്താവ് യേശുവൊക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ക്രിസ്തുവർഷം 33 ഏപ്രിൽ 2-ാം തീയതി വ്യാഴാഴ്ച മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈശോ 12 വരെ പുരോഹിതമായി വാഴിച്ചു. അതിനുശേഷം വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അത് ക്രിസ്തുവർഷം 33 ഏപ്രിൽ 2-ാം തീയതി. ആ ഏപ്രിൽ മാസം 5-ാം തീയതി, ക്രിസ്തുവർഷം 33 ഏപ്രിൽ 5-ാം തീയതി ഉയർപ്പ് നാളില്
യെറൂസലമിന് അടുത്തുള്ള എമ്മാവൂസില് വെച്ച് ഈശോ കുർബാന അർപ്പിച്ചു. ലൂക്കാസിന്റെ സുവിശേഷം 24 അധ്യായം 29-31. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ പാർക്കുക. നേരം വൈകി, പകൽ അസ്തമിക്കാറായി. ഈശോ അവരോടുകൂടെ പാർക്കാൻ ചെന്നു. അവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുമ്പോൾ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. ആ വാക്കുകൾ നോക്കുക. അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഉയർപ്പ് നാളിൽ കർത്താവ് കുർബാന അർപ്പിക്കുന്നത്. ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ഇത് യഹൂദരുടെ അപ്പം മുറിക്കലല്ല. പെന്തക്കോസ്തുകാരും യഹോവ സാക്ഷികളൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ അവരുടെ കണ്ണ് തുറക്കപ്പെടുമായിരുന്നോ? ഒരു സാധാരണ അപ്പം വർധനമായിരുന്നെങ്കിൽ, അപ്പം മുറിക്കലായിരുന്നെങ്കിൽ? തീർച്ചയായിട്ടും ഇല്ല. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അതായത് കുർബാനയാണെന്നർത്ഥം. വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ച കർത്താവ്, വചന ശുശ്രൂഷ ചെയ്ത കർത്താവ് ഭവനത്തിൽ വെച്ച് അനാഫറ ചെയ്തു എന്നാണ് എന്റെ അർത്ഥം. അതിന്റെ ന്യൂക്ലിയസ്. ഇപ്പൊ നമ്മൾ കുർബാന കണ്ട എല്ലാ ഘടകങ്ങളും അവിടെ ഇല്ല. പക്ഷേ അടിസ്ഥാനപരമായ സംഗതികളൊക്കെ അതിനകത്തുണ്ട്. ഇത് ക്രിസ്തുവർഷം ഏപ്രിൽ മാസം 5-ാം തീയതി നടന്നതാണ്. ക്രിസ്തുവർഷം 33 ഏപ്രിൽ 5-ാം തീയതി. ക്രിസ്തുവർഷം 33 ഏപ്രിൽ 5 മുതൽ മെയ് 14 വരെ 40 ദിവസത്തേക്ക് ഈശോ ഉത്ഥിതനായ കർത്താവ് എന്താണ് ചെയ്തത്? സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് അവനവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനോട് കൽപ്പിക്കുകയും ചെയ്തു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. എന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനമേൽക്കും. 40 ദിവസത്തേക്ക് അവനവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. വചന ശുശ്രൂഷ. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അങ്ങനെ തെളിവുകൾ സഹിതം കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിലിരിക്കുമ്പോൾ, ഉപ്പ് കഴിച്ചൊന്നും മിക്ക പരിഭാഷയിലും കാണില്ല. കാരണം അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഗ്രീക്കില് സീന ലിപ്സമെനോസ് എന്നാണ്. സീന ലിപ്സമെനോസ്. അതിന് ഉപ്പ് കഴിച്ചു എന്നാണ്. ഉപ്പ് കഴിക്കാന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. സ്ഥിരമായ ഉടമ്പടിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇത് മാണി പബ്ലിഷന്റെ തോന്നിയവാസം വ്യാഖ്യാനമല്ല. നസ്രത്തിൽ യേശു എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥത്രയം ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അദ്ദേഹത്തിന്റെ പുസ്തകത്തില് ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. ഞാൻ മേയേഴ്സിന്റെ ഒരു കമന്ററിയിൽ അങ്ങനെയുണ്ട്, പിന്നെ ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഉണ്ട്. അപ്പൊ ഈ സീന ലിപ്സ മെനോസ് എന്ന് പറഞ്ഞാൽ ഉപ്പ് കഴിക്കാന്നാണ്. ബെനഡിക്ട് മാർപ്പാപ്പ വളരെ വിശദമായിട്ട് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിരിക്കെന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഉടമ്പടിയിലേക്ക്, പുതിയ ഉടമ്പടിയിലേക്ക് അവരെ പ്രവേശിപ്പിച്ചതാണ്. ഏതാണ് പുതിയ ഉടമ്പടി? വിശുദ്ധ കുർബാന. അപ്പൊ 40 ദിവസത്തേക്ക് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു, വചന ശുശ്രൂഷ. എന്നിട്ട് അനാഫറ നടത്തി അവരെ സ്ഥിരമായ ഉടമ്പടിയിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിപ്പിച്ചെന്നാണ്. ഇത് ലൂക്കാസ് എഴുതിയ സ്ലീഹന്മാർ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെ വാക്യങ്ങളാണ്. അപ്പൊ കർത്താവ് ഈശോമിശിഹായാണ് ചെയ്തത്. അത് ക്രിസ്തുവർഷം 40കളില് ക്രിസ്തുവർഷം 33 തന്നെ റോമായില് ക്രിസ്തുധർമ്മം തുടങ്ങി. അതായത് പെസഹാക്ക് റോമായിൽ നിന്ന് പെസഹ തിരുനാളിനും പെന്തക്കോസ്താക്കും യെരൂശലേമിൽ പോയ യഹൂദന്മാര് തിരിച്ച് റോമായിൽ ചെന്ന് അവിടെ സുവിശേഷം പ്രസംഗിക്കുകയും വിജാതിരർ പ്രസംഗിക്കുകയും അങ്ങനെയാണ് സഭ അവിടെ ഉണ്ടായത്. അപ്പൊ 40കളിൽ തന്നെ 33 തന്നെ ക്രിസ്തുവർഷം 33 തന്നെ റോമായിൽ ക്രിസ്തുധർമ്മം തുടങ്ങി, ക്രിസ്തീയ സമുദായം തുടങ്ങി. പിന്നെ വിജാതിരും അവിടെ മാനസാന്തരപ്പെട്ടു. അവിടെ 40കളിൽ മുതല് പെസഹ അതായത് ഈ ഉയർപ്പ് തിരുനാളിന്റെ തലേ ദിവസം മർക്കോസിന്റെ സുവിശേഷം ഒരു നാടകരൂപത്തിൽ അവിടെ നടത്തിയിരുന്നു. അതൊരു മതബോധനമാണ്, ഒരു നാടകരൂപത്തില്. പിന്നീട് 10-20 വർഷം കഴിഞ്ഞിട്ടാണ് അത് എഴുതപ്പെട്ടത്. അതിനു മുമ്പ് ഒരു നാടകരൂപത്തില് മർക്കോസിന്റെ സുവിശേഷം അവതരിപ്പിച്ചിരുന്നു. മർക്കോസിന്റെ സുവിശേഷത്തില് 14-ാമത്തെ അധ്യായം 51-52 വാക്യങ്ങളില് നഗ്നനായ ഒരു യുവാവ് അവർ അവനെ പിടിച്ചു കർത്താവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു യുവാവ്, പുതപ്പ് മാത്രം ചുറ്റിയിരുന്ന ഒരു യുവാവ്, അവൻ നഗ്നനായി ഓടിപ്പോയി എന്ന് കാണാം.
അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച യുവാവ് കർത്താവിന്റെ കബറിടത്തിൽ ഇരിക്കുന്നത് കാണാം. അവന്റെ വായയിൽ ഒരു സന്ദേശമുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു, നിങ്ങൾക്ക് മുമ്പേ ഗലിലേക്ക് പോകുന്നു. നഗ്നനായ യുവാവ്, വെള്ളവസ്ത്രം ധരിച്ച യുവാവ്. ഈ നഗ്നനായ യുവാവ് മാമോദിസയ്ക്ക് കൊണ്ടുപോകുന്ന യുവാവാണ്, മാമോദിസ മുക്കാനായിട്ട്. വെള്ളവസ്ത്രം ധരിച്ച യുവാവ് മാമോദിസ സ്വീകരിച്ച യുവാവാണ്. അപ്പൊ ഇതൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ എഫാത്ത എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. അതിനകത്ത് ഞാൻ ഈ നാടകം അങ്ങനെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് അത് വായിക്കാം. അത് പോളിഷ് ഭാഷയിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം. സമനം വലിയൊരു പുസ്തകമാണ്. അപ്പൊ അത് അത്രമാത്രം നോവൽറ്റി ഉള്ളത് കൊണ്ടാണല്ലോ മറ്റു ഭാഷകളിലേക്കൊക്കെ തർജ്ജമ ചെയ്യുന്നത്. പല സെമിനാരികളും പഠിപ്പിച്ചിരുന്ന എന്റെ ഒരു മുമ്പത്തെ ഒരു വോളിയം ഉണ്ട്, റീഡ് ഇൻ ദ സിനാപ്റ്റിക് ഗോസ്പൽസ്. അത് 3 മത്തായി, മർക്കോസ്, ലൂക്ക 3 സുവിശേഷങ്ങൾ കൂടിയ ഒറ്റ പുസ്തകം. അതിന്റെ തന്നെ മർക്കോസ് മാത്രമായിട്ട് എഴുതിയിരിക്കുന്നതാണ് എഫാത്ത എന്ന് പറഞ്ഞുള്ള പുസ്തകം. അതിനകത്ത് ഞാനിത് മർക്കോസിന്റെ ഇതിന്റെ ചരിത്രം മുഴുവൻ അവിടെ എഴുതിയിട്ടുണ്ട്, ആ നാടകമായിട്ട് അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 40കളിൽ റോമായില് മർക്കോസിന്റെ സുവിശേഷം നാടകമായിട്ട് അവതരിപ്പിച്ച് ഈ ഉയർപ്പ് തിരുനാളിൽ മാമോസ മുഖിരുന്നു. അതിനകത്ത് ആ മാമോസ കഴിഞ്ഞിട്ട് അവർക്ക് കുർബാനയുണ്ടായിരുന്നു. അപ്പൊ 40കളിൽ തുടക്കം തൊട്ടുണ്ട്. അത് നാടകരൂപത്തിൽ 40കളിൽ തന്നെ തുടങ്ങി. എഴുതപ്പെട്ടത് 60കളിലാണ്. അപ്പൊ ലിറ്റർജിയാണ് ഏറ്റവും തുടക്കം. ഈ എമ്മാമൂസില് ഉയർപ്പ് തിരുനാളിലെ കർത്താവ് ലിറ്റർജിയാണ് തുടങ്ങിയത്. വചനം എഴുതപ്പെട്ടത് പിന്നീടാ. അപ്പൊ എഴുതപ്പെട്ട വചനം വരുന്നത് ലിറ്റർജിയിൽ നിന്നാണ്, സഭയുടെ ലിറ്റർജിയിൽ നിന്നാണ് എഴുതപ്പെട്ട വചനം ഉണ്ടാകുന്നത്. അപ്പൊ സോള സ്ക്രിപ്റ്റൂര, വേദം ഇല്ലേ, തിരുവചനം മാത്രം, എഴുതപ്പെട്ട വചനം മാത്രം എന്ന് പ്രൊട്ടക്ഷൻകാർ പറയുന്നത് എത്രയോ വലിയ തെറ്റാണ്. ലിറ്റർജി, വർഷങ്ങളോളം ലിറ്റർജി കഴിഞ്ഞിട്ടാണ് ആ ലിറ്റർജിയിൽ വായിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത്. ലിറ്റർജിയിൽ നിന്നാണ് വചനമുണ്ടായത്. തീർച്ചയായിട്ടും ക്രിസ്തു പറഞ്ഞ വചനങ്ങളാണ്, പക്ഷെ അത് ലിറ്റർജിയിലാണ് ആവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ 40കളിൽ റോമായിൽ നമ്മൾ ജെറൂസലമിൽ കണ്ടു, ഗലീലയിൽ കർത്താവ് ചെയ്ത കാര്യം കണ്ടു, കേസറിയ ഫിലിപ്പിൽ ചെയ്ത കാര്യം കണ്ടു. പിന്നെ ക്രിസ്തുമസ് 55 എഴുതപ്പെടുകയാണ് ഈ കൊറിന്തോസർക്ക് എഴുതിയ ലേഖനം. അവിടെ സഭ സ്ഥാപിക്കുന്ന 51-ലാണ്. അപ്പൊ ക്രിസ്തുമസ് 51 കൊറിന്തോസില് ഇങ്ങനെ ലിറ്ററേച്ചറിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ക്രിസ്തുമസ് 55 പൗലോസ് എഴുതുന്നുണ്ട്. 1 കൊറിന്തോസ് 16:2 ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കേണ്ടതിന് നിങ്ങളിൽ ഓരോരുത്തരും തന്റെ കഴിവനുസരിച്ചുള്ള തുക ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം തോറും നീക്കിവെക്കുകയും തന്റെ പുരോഗതി അനുസരിച്ച് സംഭരിക്കുകയും ചെയ്യണം. അതായത് ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം. ഈ ക്രിസ്തുമസ് 55-ലാണ് കൊറിന്തോസിലെ സഭയ്ക്കുള്ള 1-ാമത്തെ ലേഖനം എഴുതപ്പെടുന്നത്. ക്രിസ്തുമസ് 55 ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസമാണ് അവര് ലിറ്റർജിക്കായി സമ്മേളിച്ചിരുന്നത്. ആ ലിറ്റർജിയിൽ ഒരു പണപ്പിരിവ് നടത്തണം, യെറൂസലമിലെ ദരിദ്രരെ സഹായിക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ലിറ്റർജിയിൽ ഈ നമ്മൾ കുർബാനയ്ക്കിടയിൽ പണം പിരിക്കാനുള്ള പാരമ്പര്യം ഈ 1 കൊറിന്തോസ് 16:2 നിന്ന് തുടങ്ങിയതാണ്. അപ്പൊ ദൈവസ്നേഹവും അതാണ് ലിറ്റർജി, മനുഷ്യ സ്നേഹവും മറ്റുള്ള സഹായിക്കുക അതാണ് ഈ പണപ്പിരിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും ഒരേ സമയത്താണ് വേണ്ടത്. ദൈവസ്നേഹവും പരസ്നേഹവും ഒരേ സമയത്ത്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം നമ്മുടെ തേലക്കാട്ടച്ചൻ പറയുന്നത് പോലെ 4-ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സൂര്യൻ ആരാധിക്കാൻ വേണ്ടി ഞായറാഴ്ചയിലേക്ക്, ഞായർ എന്ന് പറഞ്ഞാൽ ഞാറ്റുവേല, ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യദിനം, സൂര്യന്റെ ദിനം. അപ്പൊ സൂര്യന്റെ ദിനത്തിലേക്ക് സൂര്യനെ നോക്കാൻ വേണ്ടി, സൂര്യാരാധന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആണ് ഈ കിഴക്കോട്ട് തിരിയുക, സൂര്യനിലേക്ക് തിരിയുക എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയെന്ന്. കിഴക്കോട്ട് തിരിയാതിരിക്കാൻ തേലക്കാട്ടച്ചൻ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം, അതായത് ഞായറാഴ്ചയാണ് ലിറ്റർജി അർപ്പിച്ചിരുന്നെന്ന് ക്രിസ്തുവർഷം 55 4-ാം നൂറ്റാണ്ടിലല്ല, ക്രിസ്തുവർഷം 55 പൗലോസ് എഴുതിയിരിക്കുന്നു. 51 അവിടെ സഭ സ്ഥാപിച്ചപ്പോൾ തന്നെ ഈ പാരമ്പര്യം കൊടുത്തുവെന്ന് 15-ാമത്തെ അധ്യായത്തിലും 11-ാമത്തെ അധ്യായത്തിലും പൗലോസ് എഴുതിയിട്ടുണ്ട്. 1 കൊറിന്തോസ്. ക്രിസ്തുവർഷം 55 തന്നെ എഴുതിയ ഈ കൊറിന്തോസിലെ, ഗ്രീസിലെ കൊറിന്തോസിലെ അവിടത്തെ ലിറ്റർജി പാരമ്പര്യം പൗലോസ് കുറിക്കുന്നത് ഇങ്ങനെയാണ്. 1 കൊറിന്തോസ് 11:23-30 എന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം മുറിച്ച് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് കുടിക്കുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം
കർത്താവിന്റെ മരണം അവൻ വരുന്നത് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ ശരീരത്തിന്റെ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന് ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഓരോ മനുഷ്യനും ആത്മശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. ഈ കാരണത്താൽ നിങ്ങൾ പലരും ദുർബലരും രോഗികളുമാകുന്നു, അനേകർ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഈ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. സഭ സ്ഥാപിച്ചപ്പോൾ ലിറ്റർജി അവിടെ ഭരമേൽപ്പിച്ചു. കർത്താവിൽ നിന്ന് കിട്ടിയതാണ് ഈ ലിറ്റർജി എന്ന് പൗലോസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയണേ, ദൈവിക പാരമ്പര്യം. അപ്പൊ കുർബാനയെ കുറിച്ച് കോരിന്തോസിലുള്ള പാരമ്പര്യമാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. 2 പ്രാവശ്യം ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാതിരിക്കുന്നവരാണ് പെന്തക്കോസ്തക്കാര്, യഹോവ സാക്ഷികള്, ദൈവസഭക്കാരൊക്കെ. ഇത് ചെയ്യുവനെന്ന കൽപ്പന അനുസരിക്കാത്തവരാണ് അവര് കർത്താവിന്റെ കൽപ്പന അനുസരിക്കാത്തവരാണ്. അവര് കത്തോലിക് സഭ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും അവര് കർത്താവിന്റെ കൽപ്പന അനുസരിക്കാത്തവരാണ്. അവർക്ക് കുർബാനയില്ല. ഇപ്പൊ എന്നിട്ട് ഒരു പാസ്റ്റർ വന്ന് സ്ലൈഗി പിന്തുടർച്ചൊന്നും ഇല്ലാതെ ഒരു ബണ്ണ് എടുത്തിട്ട് ഇതെന്റെ ശരീരമാണ്, ജ്യൂസ് എടുത്തിട്ട് ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞാൽ അത് കർത്താവിന് ശരീരം രക്തമായിട്ട് മാറില്ല. സ്ലൈഗിയെ പിന്തുടർച്ച അല്ലെങ്കിൽ കൗനാശിയെ പിന്തുടർച്ചയിൽ മാത്രമേ അത് സംഭവിക്കൂ. കാരണം ഈ ദൈവിക ജീവൻ എന്ന് പറയുന്ന, വരപ്രസാദം എന്ന് പറയുന്ന സംഗതി, അതിസ്വാഭാവിക ജീവൻ സ്ലൈഗി പിന്തുടർച്ചയിലേക്ക് നൽകപ്പെടാൻ കഴിയൂ. അങ്ങനെ കഴിയൂ. അതുകൊണ്ട് പൗരോഹിത്യം കർത്താവ് സ്ഥാപിച്ചത്. അപ്പോൾ ഗ്രീസിലെ കാര്യം ഞാൻ പറഞ്ഞത്, ക്രിസ്തുവർഷ 60കളില് ഇപ്പോഴത്തെ തുർക്കിയിലെ അനറ്റോളിയ പ്രദേശത്തുള്ള ത്രൊവാസ് തുറമുഖ നഗരത്തില് അവിടെ വെച്ചുണ്ടായ കാര്യം സ്ലീഹന്മാർ നടപടി 21:7 എഴുതിയിട്ടുണ്ട്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം മുറിക്കാൻ ഒരുമിച്ച് കൂടി. പിറ്റേ ദിവസം പുറപ്പെടേണ്ടിയിരുന്നത് കൊണ്ട് പൗലോസ് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. പിറ്റേ ദിവസം പോകുന്ന കാരണം രാത്രി മുഴുവൻ പ്രസംഗിച്ചു. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം മുറിക്കാൻ, ഈ അപ്പം മുറിക്കാൻ എന്ന് പറയുന്നത് യഹൂദരുടെ അപ്പം മുറിക്കലല്ല, മറിച്ച് ക്രിസ്ത്യാനികളുടെ കുർബാനയാണ്. ഇതെവിടെയാണ്? ഇപ്പോഴത്തെ തുർക്കിയിലുള്ള ത്രൊവാസ് എന്ന തുറമുഖ നഗരത്തില്. ക്രിസ്തുവർഷം 60കളിലെ കാര്യമാണ്. 60കളിൽ അത് എഴുതി വെച്ചിരിക്കുന്നത്. പൗലോസ് അതിനു മുമ്പ് ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. തന്റെ ഓർമ്മയ്ക്കായി ക്രിസ്തു സംഭവം ചെയ്യണമെന്ന് കർത്താവായ ക്രിസ്തു പറഞ്ഞതിനാലും അവൻ തന്നെ ഇത് ചെയ്തു കാണിച്ചതിനാലും ഉയർപ്പുനാൾ തൊട്ട് സഭയിൽ കുർബാനയുടെ വിശുദ്ധ പാരമ്പര്യം ഉടലെടുത്തു. സ്ലീഹന്മാർ സുവിശേഷമായി ചെന്ന എല്ലായിടത്തും കുർബാന അർപ്പിച്ച് അത് അവിടെ ലിറ്റർജി ആരംഭിച്ചു. ഓരോ പ്രദേശത്തെയും ചില സാംസ്കാരിക ഘടകങ്ങളും കുർബാനയുടെ ലിറ്റർജി സ്ഥാനം പിടിച്ചു. സാംസ്കാരികവും ഭാഷാപരമായ ഘടകങ്ങൾ. അങ്ങനെ മൊത്തം 6 ലിറ്റർജിക്കൽ കുടുംബങ്ങളുണ്ടായി. ഞാൻ പല സ്ഥലത്തുണ്ടായ പല പാരമ്പര്യങ്ങൾ പറഞ്ഞു. ആര് തുടങ്ങി വെച്ചത്? കർത്താവീശോ മിശിഹായും അവന്റെ സ്ലീഹന്മാരും. പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള കുർബാനയുടെ പാരമ്പര്യം ഉടലെടുത്തുവെന്ന് ഞാൻ തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലാക്കും. ടെക്സ്റ്റൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കത് പരിശോധിക്കാം. ഇങ്ങനെ 6 ലിറ്റർജിക്കൽ കുടുംബങ്ങൾ കത്തോലിക്ക സഭയിലുണ്ടായി. റോമ കേന്ദ്രീകരിച്ചുണ്ടായ ആരാധനക്രമത്തെയാണ് റോമൻ റീത്ത് എന്ന് വിളിക്കുന്നത്. റീത്തുസ് എന്ന ലത്തിൻ പദത്തിൽ നിന്നാണ് റൈറ്റ്, RITE റൈറ്റ്, റിച്വൽ എന്നൊക്കെ പറയില്ലേ, ആ റൈറ്റ്, ആ വാക്കിന്റെ ഉത്ഭവം. റീത്ത് എന്ന് പറയുന്നത് റീത്തുസ് എന്ന ലത്തിൻ വാക്കിൽ നിന്നാണ്. റൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ RITE. ആചാരം, ശീലം, സമ്പ്രദായം, ഉപയോഗം, പതിവ്, രീതി എന്തെല്ലാം റീത്തുസിന് ലത്തീനിൽ അർത്ഥമുണ്ട്. എങ്കിലും മതപരമായി സുസ്ഥാപിതമായ ആചാരത്തെയാണ് റീത്തുസ് അല്ലെങ്കിൽ റീത്ത് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മതപരമായി സുസ്ഥാപിതമായ വിശുദ്ധ ആചാരം. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഒരു സവിശേഷ ആരാധനക്രമത്തെയാണ്, ലിറ്റർജിയെയാണ് റീത്ത് എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാണ്, ഒരു വിശേഷ ആരാധനക്രമത്തെയാണ് അഥവാ ലിറ്റർജിയെയാണ് റീത്ത് എന്ന് വിളിക്കുന്നത്. ഒരു പ്രത്യേക റീത്ത് അഥവാ ലിറ്റർജി പിന്തുടരുന്ന സഭയെ വ്യക്തിസഭകൾ എന്ന് വിളിക്കുന്നു. അങ്ങനെ കത്തോലിക്ക സഭയിൽ 24 വ്യക്തിസഭകളുണ്ട്. ലത്തിൻ സഭയും, പാശ്ചാത്യ സഭയിൽ ലത്തിൻ സഭയും, പിന്നെ 23 പൗരത്വ സഭകളും. കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ വ്യക്തിസഭയാണ് ലത്തിൻ സഭ. ആ വ്യക്തിസഭ, അതായത് സൂയി സഭ. സൂയി സഭ എന്ന് പറഞ്ഞാൽ സ്വന്തമായി നിയമസംഹിതയുള്ള, സ്വന്തമായി നിയമസംഹിതയുള്ള സഭ എന്നർത്ഥം. സൂയി യൂരിസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി നിയമസംഹിതയുള്ളത്. ഈ ഒരു വ്യക്തിസഭ, സൂയി സഭ, ലിറ്റർജിയുടെ ഭാഷയായി
ആ വ്യക്തിസഭ റോമ സമ്പ്രദായത്തിലെ ലത്തീൻ സഭ എന്ന് വിളിക്കാൻ കാരണം ലിറ്റർച്ചയുടെ ഭാഷയായി ലത്തീൻ ഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അതിനെ ലത്തീൻ സഭ എന്ന് വിളിക്കുന്നതിന് കാരണം ലിറ്റർജിക്ക് ഉപയോഗിക്കുന്ന ഭാഷ ലത്തീൻ ആയതുകൊണ്ടാണ്. ഈ തുടക്കത്തില് ലത്തീനിലായിരുന്നില്ല ഈ സഭയിലെ കുർബാന, ഗ്രീക്ക് ഭാഷയിലായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ലിറ്റർജി 2-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഗ്രീക്ക് ഭാഷയിലായിരുന്നു ഈ ലിറ്റർ. റോമൻ പാശ്ചാത്യ സഭയില് ഗ്രീക്ക് ഭാഷയിലായിരുന്നു. വിക്ടർ 1-ാമൻ മാർപ്പാപ്പ, അദ്ദേഹം ജനിച്ചത് കൃത്യം തീയതി നമുക്ക് അറിയില്ല, ക്രിസ്തുവർഷം 110-നും 130-നും ഇടയിൽ, മരിച്ചതറിയാം 199. അദ്ദേഹം മാർപ്പാപ്പയായിരുന്നു 10 കൊല്ലമാണ്, 159 മുതൽ 199 വരെ. ആ കാലയളവിൽ 159 മുതൽ 199 വരെ കാലയളവിൽ, അതായത് 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഗ്രീക്ക് ഭാഷയിൽ അല്ല നമുക്ക് ലത്തീൻ ഭാഷയിൽ ലിറ്റർജി മതി എന്ന് മാർപ്പാപ്പ തീരുമാനിച്ചത്. അപ്പൊ തൊട്ടാണ് 2-ാം നൂറ്റാണ്ട് തൊട്ടാണ് പാശ്ചാത്യ സഭയില് ഗ്രീക്ക് ഭാഷയ്ക്ക് പകരം ലത്തീൻ ഭാഷ ലിറ്റർജിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മുതലാണ് ഈ പാശ്ചാത്യ സഭയെ ലത്തീൻ സഭ എന്ന് വിളിക്കാനും തുടങ്ങിയത്. ഈ ലത്തീൻ റീത്ത് പൂർണ്ണമായ വളർച്ചയെത്തിയത് 6-ാം നൂറ്റാണ്ടിലാണ്. മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയാണ് അതിന് ചുക്കാൻ പിടിച്ചത്, ആ ലിറ്റർജിയുടെ അതിന് പൂർണ്ണ രൂപത്തിലെത്തിയത്. ഈ കർത്താവിന്റെ കാലത്തൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതികളെ ലിറ്റർജിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്ലീഹന്മാരുടെ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ ആ പാരമ്പര്യങ്ങൾ തിരിച്ചറിയപ്പോഴാണ് ലിറ്റർജിക്ക് പൂർണ്ണമായ രൂപം വന്നത്. അങ്ങനെ 6-ാം നൂറ്റാണ്ടിലാണ് ലത്തീൻ സഭയിലെ കുർബാന ലിറ്റർജി അതിന്റെ അന്തിമ രൂപം സ്വീകരിച്ചത്. 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ലത്തീൻ റീത്ത് യൂറോപ്പിലെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ചു. 16-ാം നൂറ്റാണ്ടിലെ ട്രെന്റ് സൂനോദോസ് പ്രോട്ടസ്റ്റന്റ് വിപ്ലവത്തെ എതിരിടാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ ട്രെന്റ് സൂനോദോസ് ആ കാലം വരെ പാശ്ചാത്യ സഭയിലും പൗരത്വ സഭകളിൽ എന്ന പോലെ നിരവധി റീത്തുകൾ ഉണ്ടായിരുന്നു. അതായത് പാശ്ചാത്യ സഭയും വിവിധ വ്യക്തിഗത സഭകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. പാശ്ചാത്യ സഭയും ഇപ്പൊ പൗരത്വ സഭകൾ പോലെ പല സഭകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു 16-ാം നൂറ്റാണ്ട് വരെ. 1570 5-ാം പിയൂസ് മാർപ്പാപ്പ 2 നൂറ്റാണ്ടുകളുടെയെങ്കിലും പഴക്കമില്ലാത്ത പൗരാണികതയില്ലാത്ത യാമപ്രാർത്ഥനകളും കുർബാന തക്സുകളും നിരോധിച്ചു. 1570 16-ാം നൂറ്റാണ്ട് ട്രെന്റ് സൂനോദോസ് കഴിഞ്ഞതിന്റെ പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ട്രെന്റ് സൂനോദോസിന്റെ വെളിച്ചത്തില് 1570 പിയൂസ് 5-ാമൻ മാർപ്പാപ്പ 2 നൂറ്റാണ്ടുകളെങ്കിലും പഴക്കമില്ലാത്ത യാമപ്രാർത്ഥനകളും കുർബാന തക്സുകളും നിരോധിച്ചു. തീർച്ചയായും ഈ നിരോധനം സാവകാശമാണ് ലോകം മുഴുവൻ നടപ്പിലായത്. അദ്ദേഹം ഈ പിയൂസ് 5-ാമൻ മാർപ്പാപ്പ അന്തിമ രൂപം നൽകിയ കുർബാനയാണ് ലത്തീൻ സഭയിലെ ട്രഡീഷണൽ ലാറ്റിൻ മാസ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ്ട്രോണറി ഫോം മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടി ദൈവോന്മുഖമായി ചൊല്ലുന്ന കുർബാനയുണ്ടല്ലോ, ഇപ്പോഴും അതിനെ ട്രഡീഷണൽ ലത്തീൻ കുർബാന എന്ന് പറയുന്നത് ഈ 1570 പിയൂസ് 5-ാമൻ മാർപ്പാപ്പ അന്തിമ രൂപം നൽകിയ കുർബാനയാണ്. 19-ാം നൂറ്റാണ്ട് ആയപ്പോൾ ട്രെന്റ് സൂനോദോസിന്റെ കുർബാന തക്സ മറ്റ് പല പാശ്ചാത്യ സഭകളും സ്വീകരിച്ചതോടെ പല റീത്തുകളും ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടു. അതായത് പാശ്ചാത്യ സഭ തന്നെ പല സഭകൾ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പല സഭകളും ഈ ട്രെന്റ് സൂനോദോസിന്റെ മാതൃക പെഞ്ചെന്ന് ആ റീത്ത് സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ സഭ ഈ പാശ്ചാത്യ സഭയിൽ ലയിക്കുന്ന പോലെയായി. അങ്ങനെ ഈ പല റീത്തുകൾ പാശ്ചാത്യ സഭയിൽ പല റീത്തുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് പലതും ചില സ്ഥലങ്ങളിൽ മാത്രമായി ഇങ്ങനെ ഒതുങ്ങിപ്പോയി. ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ലിറ്റർജിയാണ് ഗാൾലിക്കൻ റീത്ത്. പശ്ചിമ യൂറോപ്പിലെ ഫ്രാൻസ്, ബെൽജിയം, ലക്സംബർഗ് തുടങ്ങിയ ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഗോൾ എന്ന് പറയുന്ന സ്ഥലം ലത്തീനിൽ ഗാള്ളിയ, ആ സ്ഥലവുമായി ബന്ധപ്പെട്ട ലിറ്റർജിയാണ് ഗാൾലിക്കൻ റീത്ത്. ആ ലിറ്റർജി ലത്തീൻ റീത്തിൽ, ആ സഭ അങ്ങനെ തന്നെ പാശ്ചാത്യ സഭ അങ്ങനെ തന്നെ ലത്തീൻ സഭയിൽ ലയിച്ചു. എങ്കിലും ആ റീത്തിന്റെ തനത് രൂപങ്ങൾ ചിലതെല്ലാം ഇപ്പോഴും ലത്തീൻ സഭയിലെ ലിറ്റർജിയിൽ നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെ വ്യവസ്ഥയിലാണ് അത് ലയിച്ചത്. അപ്പോ ഗാൾലിക്കൻ റീത്തോടുകൂടി റീത്ത് ഉൾപ്പെടെ ലത്തീൻ സഭയിൽ ലയിക്കുകയായിരുന്നു. അങ്ങനെ അപ്പൊ ആ സഭ നിന്നുപോയി. ഗാൾലിക്കൻ സഭ എന്ന് പറയുന്ന ഗാൾലിക്കൻ റീത്ത് നിന്നുപോയി. അതിന്റെ ചില ഘടകങ്ങൾ ലത്തീൻ റീത്തിൽ കുർബാനയിൽ നിലനിർത്തിയിട്ടുണ്ടെന്ന് മാത്രം.
ഇറ്റലിയിലെ മിലാൻ അതിരൂപതയിലും അയൽപ്പക്കത്തും സ്വിറ്റ്സർലൻഡിലും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പാശ്ചാത്യ റീത്താണ് അംബ്രോസിയൻ റീത്ത്. വിശുദ്ധ അംബ്രോസിന്റെ പേരിൽ അറിയപ്പെടുന്ന റീത്ത്. അത് ലത്തീൻ സഭയുടെ ലത്തീൻ റീത്തിൽ ലയിച്ചില്ല. അപ്പൊ ഇപ്പോഴും ഇറ്റലിയിലെ മിലാൻ അതിരൂപത, അയൽപ്പക്കത്തെ ചില രൂപതകളില്, സ്വിറ്റ്സർലൻഡിലും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് അംബ്രോസിയൻ റീത്ത്. പാശ്ചാത്യ റീത്താണത്. പോർച്ചുഗലിലെ ബ്രാഗ അതിരൂപതയിൽ നിലനിൽക്കുന്ന ഒരു ലിറ്റർജിയാണ് ബ്രാഗൻ റീത്ത്. ബ്രാഗൻ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്, അതിരൂപതയാണ്. രണ്ടാം വത്തിക്കാൻ സുനോദോസിന് ശേഷം അത് വളരെ ചുരുക്കം സ്ഥലങ്ങളിലെ ഉപയോഗത്തിലുള്ളൂ. എങ്കിലും തീർത്തും അന്യം നിന്ന് പോയിട്ടില്ല. അതൊരു പാശ്ചാത്യ സഭയാണ്. അതിലെ റീത്താണ് ഈ ബ്രാഗൻ റീത്ത്. ഈ ലത്തീൻ സഭ കടന്നു ചെന്ന ഇടങ്ങളിലെല്ലാം പ്രാദേശിക സഭകളുടെ റീത്തുകളെ ലത്തീൻ റീത്ത് വിഴുങ്ങായിരുന്നു വേണേ പറയാം. അതായത് ട്രെൻഡസ് സുനോദോസോടുകൂടി ഇതിങ്ങനെ സാർവത്രികമാക്കപ്പെട്ടപ്പോൾ ചെറിയ ചെറിയ സഭകളെല്ലാം ലത്തീൻ സഭ ലയിക്കുകയോ അല്ലെങ്കിൽ അതിൽ ചില ഘടകങ്ങൾ നിലനിർത്തിക്കൊണ്ട് ചുരുങ്ങിയ സ്ഥലങ്ങളിലായിട്ട് നിലനിൽക്കുകയോ ചെയ്തു. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കാണുന്ന തരത്തിൽ ലത്തീൻ സഭ വളരെ വലുതായതും ലത്തീൻ റീത്ത് സാർവത്രികമായതും. ഇത് റോമാ സാമ്രാജ്യത്തിനകത്തുണ്ടായ സംഗതി നമ്മൾ പറയണേ. റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള സഭകളില് അന്ത്യോക്യ കേന്ദ്രമായിട്ട് പാശ്ചാത്യ സുറിയാനിയിൽ ആരാധനാക്രമം രൂപമെടുത്തു. ഗ്രീക്കിലും സുറിയാനിൽ രചിക്കപ്പെട്ട യാക്കോബിന്റെ ലിറ്റർജി, സീറോ അന്ത്യോക്യൻ റീത്ത് തുടങ്ങിയവയൊക്കെയാണ് ഈ അന്ത്യോക്യ കേന്ദ്രമായി വികസിച്ചു വന്ന പാശ്ചാത്യ സുറിയാനി റീത്ത്. 4-ാം നൂറ്റാണ്ടില് രചിക്കപ്പെട്ട സ്ലീഹന്മാരുടെ ഭരണഘടന എന്നറിയപ്പെടുന്ന രേഖയില് കാണുന്ന ലിറ്റർജിയോട് തുലനം ചെയ്യാവുന്ന ലിറ്റർജിയാണിത്. പൂർണ്ണമായും ലിഖിത രൂപം പ്രാപിക്കുന്ന മുമ്പ് തന്നെ ഇത് സഭയിൽ ഉപയോഗത്തിലിരുന്നുവെന്ന് വ്യക്തമാണല്ലോ. സ്ലീഹന്മാരുടെ കാലം മുതൽ നിലവിലുള്ളതാണ് ലിറ്റർജികൾ. അന്തിമ രൂപം വരുന്നത് 4-ാം നൂറ്റാണ്ടിലോ ഒക്കെ ആയിരിക്കാം. 1930 കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചെത്തിയ സീറോ മലങ്കര സഭ പൗരത്യ ആരാധനക്രമം, പൗരത്യ സുറിയാനി ആരാധനക്രമം സ്വീകരിക്കുന്നതിന് പകരം പാശ്ചാത്യ സുറിയാനി റീത്ത് സ്വീകരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഈ സീറോ മലങ്കര സഭ, ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് തിരിച്ചു വന്ന ആ വിഭാഗമാണ് സീറോ മലങ്കര സഭ എന്നറിയപ്പെടുന്നത്. പൗരത്യ സുറിയാനി സീറോ മലബാർ സഭയിൽ നിന്ന് വിട്ടുപോയവരാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ സീറോ മലബാർ സഭയിൽ വരികയല്ല ചെയ്തത്, ഒരു പ്രത്യേക സഭയായിട്ട് നിൽക്കുകയും പാശ്ചാത്യ സുറിയാനി സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോ സീറോ മലങ്കര സഭ ചെയ്തത്. ആഫ്രിക്കയിലെ അലക്സാണ്ട്രിയയില് ക്രിസ്തുവർഷം 49 സുവിശേഷം പ്രസംഗിച്ച മർക്കോസ്, ഈ സുവിശേഷം എഴുതിയ മർക്കോസ് റോമായിൽ മാത്രമല്ല അലക്സാണ്ട്രിയയിൽ സഭ സ്ഥാപിച്ചത് മർക്കോസാണ്. ആ മർക്കോസ് അലക്സാണ്ട്രിയയില് AD 49 സഭ സ്ഥാപിച്ചത്. അപ്പോൾ അവിടെ രൂപം കൊടുത്ത ലിറ്റർജിയാണ് അലക്സാണ്ട്രിയൻ റീത്ത്. മർക്കോസ് സ്ഥാപിച്ച അലക്സാണ്ട്രിയയിലെ സഭയില് ആ സഭയിൽ രൂപം കൊടുത്ത റീത്താണ് അലക്സാണ്ട്രിയൻ റീത്ത്. 4-ാം നൂറ്റാണ്ടിലെ കയ്യെഴുത്ത പ്രതികളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ ന്യൂക്ലിയസ്, അതായത് വിശേഷിച്ച് അനാഫറ 1-ാം നൂറ്റാണ്ടിലെ മർക്കോസ് നൽകിയതാണ്. ഗ്രീക്കിലായിരുന്നു മൗലിക രൂപമെങ്കിലും ഈജിപ്തിലെ കോപ്റ്റിൽ ഭാഷയിലേക്ക് ചില സാംസ്കാരിക അനുരൂപണത്തോടെ തർജ്ജമ ചെയ്യപ്പെടുകയായിരുന്നു. മർക്കോസ് നൽകിയ ലിറ്റർജിയുടെ ഫോമാണ് മർക്കോസിന്റെ സുവിശേഷത്തിലുള്ളത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ കുർബാന സ്ഥാപിക്കുന്ന ഇതുണ്ടല്ലോ, അതാണ് മർക്കോസ് സ്ഥാപിച്ച സഭയിലേക്ക് കൊടുത്തത്. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തില് ഈശോ കുർബാന സ്ഥാപിക്കുന്ന രംഗം ഉണ്ടല്ലോ, അത് മർക്കോസിന്റെ സഭകളിൽ കൊടുത്ത രൂപം തന്നെയാണത്. അപ്പോ പൗലോസ് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് മർക്കോസ് കൊടുക്കുന്നത്. അടിത്തറയൊക്കെ ഒന്ന് തന്നെ, ന്യൂക്ലിയസ് ഒക്കെ ഒന്ന് തന്നെ. ചില വ്യത്യാസങ്ങള് അത് സ്ലീഹന്മാര് അവർക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ചിട്ടാണ് ആ മാറ്റങ്ങൾ വരുത്തിയത്. ഇന്ത്യ എന്ന രാജ്യം ഉൾപ്പെട്ടിരുന്ന പേർഷ്യൻ പാർത്തിയൻ സാമ്രാജ്യത്തില് പൗരത്യ സുറിയാനി ഭാഷയിലാണ് ലിറ്റർജി രൂപപ്പെട്ടത്. 2-ാം നൂറ്റാണ്ടിലെ ചില ശകലീകരണ രേഖകളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ പൗരത്യ സഭകളിൽ ആദ്യ കാലം മുതലേ ഇപ്പോഴും നിലനിൽക്കുന്ന ലിറ്റർജിയാണ് ഈ പൗരത്യ സുറിയാനി ഭാഷയിലെ ലിറ്റർജി. അതുകൊണ്ട് തന്നെ അത് സ്ലീഹന്മാർ നേരിട്ട് രൂപം കൊടുത്തതാണെന്ന് എല്ലാ വേദശാസ്ത്രങ്ങളും അംഗീകരിക്കുന്നു. ഇതിന്റെ അനാഫറയുടെ ഉത്ഭവം ശ്ലൈഹിക കാലത്താണെന്ന കാര്യത്തിൽ ഒരു വേദപണ്ഡിതനും സംശയമില്ല. അതായത് തോമാസ് ലീഹായിലാണ് അതിന്റെ ഉത്ഭവം. എന്നാൽ അദ്ദേഹത്തിന്റെ 6 ശിഷ്യന്മാരിൽ ഒരാളായ അദ്ദായുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 12 സ്ലീഹന്മാര്, ഓരോ സ്ലീഹന്മാരുടെ കീഴിലും 6 പേര് ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് 72 പേര്. ആ 72 ശിഷ്യന്മാരിൽ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ കാണുന്ന 72 പേര്. അതിലൊരാളായിരുന്നു അദ്ദായി. അപ്പൊ തോമാസിന്റെ കീഴിൽ 6 പേര്, അതിലൊരാളായിരുന്നു അദ്ദായി. ആ അദ്ദായുടെ പേരിലാണ് ഈ അനാഫർ അറിയപ്പെടുന്നത്. പക്ഷെ അതിന്റെ അടിത്തറ കിട്ടിയത് തോമാസ് ലീഹയിൽ നിന്ന് തന്നെയാണ്. പിന്നീട് ഈ അദ്ദായുടെ ശിഷ്യനായ അഗ്ഗായി, ആ അഗ്ഗായുടെ ശിഷ്യനായ മാറിയാണ് ഇതിന് അന്തിമ രൂപം കൊടുത്തത്. അതുകൊണ്ട് അദ്ദായി മാറി സ്ലീഹന്മാരുടെ കുർബാന എന്നാണ്. ഇതേക്കുറിച്ചൊക്കെ ഞാൻ 2-3 വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്.
അദ്ദായിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, മാറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ അദ്ദായി മാറി ശ്രീഹന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന അനാഫ്രയെ കുറിച്ചൊക്കെ ഞാൻ പല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തമ്പനയിലേക്ക് നോക്കിയാൽ കണ്ടെത്താൻ കഴിയും. സുറിയാനിയിൽ രചിക്കപ്പെട്ട ഏറ്റവും പ്രാചീന ലിറ്റർജിയാണിത്. യഹൂദ സെമിറ്റിക്, അതായത് ഹീബ്രു ശൈലി കാത്തുസൂക്ഷിക്കുന്ന ഏറ്റവും പ്രാചീന റീത്താണിത്. അതായത് യവനവൽക്കരിക്കപ്പെട്ട ഗ്രീക്ക് ഇല്ലേ, ഗ്രീക്ക് യവന എന്ന് പറയണേ, യവന സംസ്കൃതിയുടെ സ്പർശനമില്ലാത്ത റീത്താണ് ഈ അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിലുള്ള ഈ കുർബാന. പൗരസ്ത്യ കൽദായ റീത്ത് എന്ന് പറയുന്ന നമ്മുടെ അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിലുള്ള ആ കുർബാന. വേറെ 2 അനാഫറകൾ നമുക്കുണ്ട്, തയദോറിന്റെയും ദയദോറിന്റെയും ഒക്കെ. നെർസോറിസിന്റെ ഈ ഏറ്റവും പ്രാചീനമായ ലിറ്റർജിയാണ് അദ്ദായി മാറി സ്ലീഹന്മാരുടെ. സെമിറ്റിക് ശൈലി, യഹൂദ ശൈലി, ഹീബ്രു ശൈലി ഏറ്റവും കൂടുതൽ കാത്തുസൂക്ഷിക്കപ്പെടുന്ന ഈ ലിറ്റർജിയിലാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രാചീനമായ ലിറ്റർജി ഈ അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിൽ ലിറ്റർജി എന്ന് പറയുന്നത്. മറ്റെല്ലാ ലിറ്റർജികളിലും ഗ്രീക്ക് സംസ്കൃതിയുടെ അംശങ്ങളുണ്ട്, ഈ ലിറ്റർജിയിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്ന കുർബാന, ഈ അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിലുള്ള കുർബാന, അത് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ പേരിലാണ് ഈ എറണാകുളത്ത് നടക്കുന്ന ഈ കോപ്രായങ്ങൾ മുഴുവൻ. അത്രയും കർത്താവിൽ നേരിട്ട് വന്ന കുർബാന, അതിന്റെ അംശങ്ങൾ ഏറ്റവും നന്നായിട്ടുള്ളത് ഈ അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിൽ നമ്മുടെ അർപ്പിക്കുന്ന കുർബാനയാണ്. ആ കുർബാനയാണ് ഇതുപോലെ അവർ ചവിട്ടി മെതിക്കുന്നതും സമരമുറയാക്കുന്നതും. ഇത് പൂർണ്ണ തോതിൽ രചനാ രൂപത്തിലായത് 3-ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 1-ാം നൂറ്റാണ്ടിൽ തോമസ് ലീഗായിൽ നിന്നും അദ്ദായി മാറിയിൽ നിന്നൊക്കെ വരുന്നതാണ്. ഇതിന്റെ അന്തിമ എഡിറ്റിംഗ് നടന്നത് 7-ാം നൂറ്റാണ്ടിൽ പാത്രിയാർക്കീസ് ഈശോയാബ് 7-ാമന്റെ കാലയളവിലാണ്. ഒരു ഘട്ടത്തിലും ഈ റീത്ത്, ഈ ലിറ്റർജി ഉപയോഗത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. അതായത് ആദ്യ നൂറ്റാണ്ട് മുതൽ ഇതുവരെ ഈ റീത്തില് ഈ അനാഫറ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ 3 അനാഫറകൾ ഒന്ന് ഇതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1599 ഉദയംപേര് സൂനോദോസ് നമ്മുടെ സഭയിൽ എത്തിനീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും സുറിയാനി ഭാഷ ഉപേക്ഷിക്കാൻ നമ്മുടെ പൂർവികർ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ 1962 വരെയും നമുക്ക് സുറിയാനി ഭാഷയിലായിരുന്നു കുർബാന. നമ്മൾ മലയാളീകരിക്കപ്പെട്ടപ്പോൾ പോലും മിക്കവാറും കുറെ വാക്കുകളെല്ലാം ഇപ്പോഴും സുറിയാനി തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ പറയുന്ന പല വാക്കുകളും സുറിയാനി ഭാഷയിലാണ്. കൂദാശ എന്ന വാക്ക്, കുർബാന എന്ന വാക്ക്, സ്ലീവ കുരിശ് സുറിയാനിയല്ല, സ്ലീവ. അതുപോലെ ഇല്ലേ ഓനി സദറാസെ, കങ്കേ, ദപ്പ, നമ്മൾ എന്തെല്ലാം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, ഒക്കെ സുറിയാനി വാക്കുകളാണ്. ചുരുക്കത്തില് ഗ്രീക്ക്, ലത്തീൻ, സുറിയാനി ഭാഷകളിലാണ് കത്തോലിക്ക സഭയിലെ ലിറ്റർജികൾ രൂപം കൊണ്ടത്. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൽ അവരുടെ ദേശരാഷ്ട്രത്തിന്റെ ഭാഷയായ ലത്തീനിൽ ലിറ്റർജിയുടെ ഭാഷ സ്വീകരിക്കപ്പെട്ടു. ഗ്രീക്ക് ആയിരുന്നു, പിന്നെ ലത്തീൻ സ്വീകരിച്ചു. ഞാൻ ഈ ചരിത്രം പറഞ്ഞു കഴിഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായിരുന്ന പൗരസ്ത്യ റോമ സാമ്രാജ്യത്തില് അവരുടെ രാഷ്ട്രഭാഷയായ ഗ്രീക്കിൽ രൂപം കൊണ്ട ലിറ്റർജി ഗ്രീക്കിൽ തന്നെ നിലനിർത്തി. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഉൾപ്പെടുന്ന പേർഷ്യൻ പാർത്തിയൻ സാമ്രാജ്യത്തില് പൗരസ്ത്യ സുറിയാനി കൽദായ ഭാഷയിലാണ്. പൗരസ്ത്യ സുറിയാനിക്ക് മറ്റൊരു പേരാണ് കൽദായ ഭാഷ. അതേക്കുറിച്ച് ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ കൽദായും പൗരസ്ത്യ സുറിയാനിയും തമ്മിലുള്ള ബന്ധം, അരാമി ഭാഷ തമ്മിലുള്ള ബന്ധം, അതൊക്കെ നിങ്ങൾ ഇപ്പൊ വീണ്ടും ചർച്ച വരുന്നുണ്ടല്ലോ. അരാമിയാണോ സുറിയാനി, കൽദായ ആണോ സുറിയാനി, വലിയ ചർച്ചകളുണ്ട്. അതേക്കുറിച്ച് ഞാൻ അതിന് ഗ്രാഫ് സഹിതം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. ഇങ്ങനെ മൊത്തം 6 ലിറ്റർജിക്കൽ കുടുംബങ്ങളാണ് കത്തോലിക്ക സഭയിലുള്ളത്. ലത്തീൻ, ബൈസന്റൈൻ എന്ന് പറഞ്ഞാൽ യുക്രൈനിയൻ കത്തോലിക്ക സഭ, മെൽക്കൈറ്റ് സഭയിലൊക്കെ ഉപയോഗിക്കുന്നത്. അലക്സാണ്ട്രിയൻ, അതിനാണ് അവർ കോപ്റ്റിക് ഭാഷയിലേക്ക്, ഈജിപ്തിലെ പ്രാചീന ഭാഷയാണ് കോപ്റ്റിക്. അലക്സാണ്ട്രിയൻ, മർക്കോസിന്റെ ലിറ്റർജി, അത് അലക്സാണ്ട്രിയൻ ലിറ്റർജി കോപ്റ്റിക് ഭാഷയ്ക്ക് ഭാഷപ്പെടുത്തി മൊഴിമാറ്റം ചെയ്തു. പൗരസ്ത്യ സുറിയാനി അഥവാ കൽദായ, പൗരസ്ത്യ സുറിയാനി ഭാഷകൾ മറ്റൊരു പേരാണ് കൽദായ. അന്ത്യോക്യൻ അഥവാ പാശ്ചാത്യ സുറിയാനി, പിന്നെ അർമേനിയയിലെ പൗരസ്ത്യ സഭ ഉപയോഗിക്കുന്നത്. അപ്പോ ലത്തീൻ, ബൈസന്റൈൻ, അലക്സാണ്ട്രിയൻ, കൽദായ, അന്ത്യോക്യൻ, പിന്നെ അർമേനിയൻ, ഇങ്ങനെ 6 ലിറ്റർജിക്കൽ ഫാമിലികളാണ് കത്തോലിക്ക സഭയിലുള്ളത്. എന്തുകൊണ്ടാണ് പല ലിറ്റർജിക്കൽ ഫാമിലി ഉള്ളത്? അതിന് കാരണം എഫെസസ് ലേഖനത്തില് 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തില് പൗലോസിലേക്ക് പറയുന്നുണ്ട്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നു.
പൗലോസിനെ പോലെ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നവരെയാണ് പ്രവാചകന്മാർ എന്ന് പുതിയ നിയമത്തിൽ പറയുന്നത്. പഴയ നിയമത്തിൽ അതേ അർത്ഥത്തിലല്ല പുതിയ നിയമത്തിൽ. പഴയ നിയമം പ്രവചനങ്ങളുടെ കാലമാണ്, പുതിയ നിയമം പൂർത്തീകരണത്തിന്റെ കാലയളവാണ്. അപ്പൊ പ്രവാചകൻ എന്ന വാക്കിനും പ്രവചനം എന്ന വാക്കിനും വേറെ അർത്ഥം വന്നു. സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അപ്പസ്തോലന്മാര്, 12 അപ്പസ്തോലന്മാര്, പിന്നെ പൗലോസിനെ പോലുള്ള പ്രവാചകന്മാര്, അവരുടെ അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു ഏകം, ഇല്ലേ, ഒന്നിപ്പിക്കുന്നത്, ഐക്യത. അപ്പസ്തോലന്മാർ പലരാണ്, 12 അപ്പസ്തോലന്മാര്, പിന്നെ പൗലോസിനെ പോലുള്ള പ്രവാചകന്മാര്. അപ്പോൾ പലതാണ്. ക്രിസ്തുവും അപ്പസ്തോലന്മാരും ചേർന്നാണ് അടിത്തറ, സഭയുടെ അടിത്തറ. അപ്പോ ഒരൊറ്റ സഭയല്ല കർത്താവ് സ്ഥാപിച്ചത്, ഒരു സഭ പല സഭകളായിട്ട് സ്ഥാപിക്കപ്പെട്ടത്. സ്ലീഹന്മാരുടെ അടിത്തറ, പ്രവാചകന്മാരുടെ അടിത്തറ. ഇതുകൊണ്ടാണ് പല ലിറ്റർജികൾ ഉണ്ടായത്. ക്രിസ്തുവിൽ തുടക്കം വിട്ട ലിറ്റർജി പല കുടുംബങ്ങളായി മാറിയതിന് കാരണം കർത്താവ് അങ്ങനെ സഭ സ്ഥാപിച്ചത് കൊണ്ടാണ്. അപ്പൊ മഞ്ഞാക്കലച്ചൻ പറയുന്നത് ഏക റീത്ത് ഈ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്ക് വിരുദ്ധമാണ്, തിരുവചനത്തിന് വിരുദ്ധമാണ്. ഈശോ ഒരു റീത്ത് മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ തന്റെ പിൻഗാമിയായി പത്രോസിനെ മാത്രം ശ്ലീഹയായിട്ട് തെരഞ്ഞെടുത്താൽ മതിയായിരുന്നില്ലേ? എന്തിനാണ് 12 അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തേ? എന്തിനാണ് പൗലോസിനെ പോലുള്ള പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തേ? ഈ ഏക സുവിശേഷവാദം പോലെ തന്നെ അപകടകരമാണ് ഏക റീത്ത്വാദം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദിമസഭയിൽ വലിയൊരു പ്രലോഭനമായിരുന്നു ഒരു സുവിശേഷം മതിയെന്ന്, ഒരു സുവിശേഷം മതി. അപ്പൊ മർക്കോസിന്റെ ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് മർക്കോസാണ് ആദ്യം സുവിശേഷം എഴുതിയത്, അതുകൊണ്ട് അത് സഭയുടെ സുവിശേഷം സ്വീകരിക്കണം. അപ്പൊ മത്തായിയുടെ സഭയുടെ ആളുകൾ പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷത്തിൽ എല്ലാതും മത്തായി എഴുതിയിട്ടുണ്ട്, പിന്നെ യേശുവിന്റെ 5 വലിയ പ്രഭാഷണങ്ങളുണ്ട്, ഈശോയുടെ ജനന ബാല്യകാല ചരിത്ര കഥകളുണ്ട്, അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ലൂക്കായുടെ സഭ പറഞ്ഞു, എല്ലാം പഠിച്ചിട്ട് ക്രമത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ലൂക്കയാണ്, അതുകൊണ്ട് ലൂക്കാസിന്റെ സുവിശേഷം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വലിയ തർക്കമായി, മർക്കോസ് വേണോ, മത്തായി വേണോ, ലൂക്കാസിന്റെ സുവിശേഷം വേണോ? അപ്പോഴാണ് യോഹന്നാൻ രംഗപ്രവേശം ചെയ്യുന്നത്. യോഹന്നാൻ എന്താ പറഞ്ഞത്? എല്ലാം എഴുതപ്പെട്ടിട്ടില്ല, ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചെയ്തിരിക്കുന്ന കാര്യങ്ങളും എല്ലാം എഴുതപ്പെട്ടിട്ടില്ല, എല്ലാം എഴുതപ്പെടാൻ കഴിയില്ല, അതുകൊണ്ട് ഒന്ന് പോരാ, പലത് വേണം. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു, ദൈവം ഏകനാണെങ്കിലും തൃത്വമാണ്, ദൈവം ഏകനാണെങ്കിലും തൃത്വമാണ്. ഏകത്വവും ബഹുത്വവും ദൈവത്തിനുണ്ട്. ദൈവം ഏകത്വത്തിനും മുകളിലാണ്, ബഹുത്വത്തിനും മുകളിലാണ്. ദൈവം ഏകനാണ്, എന്നാൽ 3 ആളുകളാണ്. ദൈവം ഏകത്വത്തിനും ബഹുത്വത്തിനും മുകളിലാണ്. ഇതുപോലെ ഒരു സുവിശേഷമാണെങ്കിലും അത് 4 വേണം. അപ്പോ ഒരു സഭ പല സഭകളാണ്, ഒരു ദൈവം പല ആളുകളാണ്, ഒരു സുവിശേഷം 4 സുവിശേഷമാണ്. ഇങ്ങനെ ഏകത്വവും ബഹുത്വവും സഭ സ്വീകരിക്കുകയായിരുന്നു. അപ്പോ അതിൽ നിന്ന് ഇത് സഭ സ്വീകരിച്ച കാര്യം തെറ്റാണ്, പറ്റില്ല, പാടില്ല എന്നൊക്കെ മഞ്ഞാക്കലച്ചൻ പ്രസംഗിച്ചാൽ ശരിയാകോ? അത് തിരുവചനത്തിനെതിരാകും. ഈ കാര്യങ്ങളെല്ലാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം 2-ാം വത്തിക്കാൻ സുനദോസ് ഇങ്ങനെ രേഖപ്പെടുത്തി, പൂജ്യമായ പൗരാണിക കാലത്തെ സ്ലീഹന്മാരിൽ നിന്ന് പിതാക്കന്മാരിലെ കൈമാറി കിട്ടിയ വേറിട്ടതും സുവ്യക്തവുമായ പാരമ്പര്യം കത്തുതൊട്ടിക്കുന്ന പൗരസ്ത്യ റീത്തുകളെ കത്തോലിക്ക സഭ വളരെ ബഹുമാനത്തോടെ അംഗീകരിക്കുന്നു. പൗരസ്ത്യ സഭകൾ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഉണ്ട് 2-ാം വത്തിക്കാൻ സുനദോസിന്റെ. നമ്പർ 1 ഞാൻ വായിച്ചത്. പൂജ്യമായ പൗരാണിക കാലത്ത് സ്ലീഹന്മാരിൽ നിന്ന് പിതാക്കന്മാരിലൂടെ കൈമാറി കിട്ടിയ വേറിട്ടതും സുവ്യക്തമായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പൗരസ്ത്യ റീത്തുകളെ, പൗരസ്ത്യ ലിറ്റർജികളെ, പൗരസ്ത്യ സഭകളെ കത്തോലിക്ക സഭ വളരെ ബഹുമാനത്തോടെ അംഗീകരിക്കുന്നു. റീത്തുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാ റീത്തുകൾക്കും തുല്യ അന്തസ്സാണ് ഉള്ളത്, ഒന്ന് മറ്റതിനേക്കാൾ മുകളിലോ താഴെയോ അല്ല. പൗരസ്ത്യ സഭകള് നമ്പർ 4. നിയമാനുസൃതമായ എല്ലാ ആരാധനാക്രമ റീത്തുകളും സുസ്ഥാപിതമായ ജീവിതശൈലിയും സംരക്ഷിക്കണമെന്ന് പൗരസ്ത്യ സഭകളിലെ എല്ലാ അംഗങ്ങളും അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. നിയമാനുസൃതമായ എല്ലാ ആരാധനക്രമ റീത്തുകളും സുസ്ഥാപിതമായ ജീവിതശൈലിയും സംരക്ഷിക്കണമെന്ന് പൗരസ്ത്യ സഭകളിലെ എല്ലാ അംഗങ്ങളും അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. മഞ്ഞാക്കലച്ചനും എറണാകുളത്തെ വിമത വൈദ്യരും അൽമായ മുന്നേറ്റക്കാരും ഒക്കെ ജൈവികമായ മെച്ചപ്പെടുത്തലിന് വേണ്ടി അല്ലാതെ അവയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടുള്ളതല്ല. അതിനാൽ പൗരസ്ത്യ റീത്തുകളിൽ ആളുകൾ തന്നെ അവ ഏറ്റവും വിശ്വസ്തയോടെ ആചരിക്കണം. മഞ്ഞാക്കലച്ചനും വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഒക്കെ. പൗരസ്ത്യ സഭകൾ നമ്പർ 6 ഞാൻ പറഞ്ഞത്. ഇതാണ് 2-ാം വത്തിക്കാൻ സുനദോസിന്റെ പ്രബോധനം. കത്തോലിക്ക സഭയുടെ മതബോധനം 1203 അത് ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ വായിക്കാം. 1203 നിയമപരമായി അംഗീകൃതമായ എല്ലാ റീത്തുകൾക്കും പരിശുദ്ധ സഭാമാതാവ് തുല്യ അവകാശവും ശ്രേഷ്ഠതയുമാണ് കൽപ്പിക്കുന്നതെന്നും
ഭാവിയിൽ അവയെ സംരക്ഷിച്ച് സർവ്വവിധത്തിലും പരിപോഷിപ്പിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുവെന്നും പാരമ്പര്യത്തോടുള്ള വിശ്വസ്തമായ അനുസരണത്തിൽ ഈ വിശുദ്ധ സൂനദോസ് പ്രഖ്യാപിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 1203. ഇതിന് വിരുദ്ധമായിട്ടാണ് മഞ്ഞാക്കലച്ചൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റേത് കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമായ ഒരു പ്രബോധനമാണെന്ന്. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലെ വളരെ പ്രസിദ്ധനായ മഞ്ഞാക്കലച്ചൻ ഇങ്ങനെ വിരുദ്ധമായിട്ട് പഠിപ്പിക്കുമ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ വരും. ആളുകൾ ആശയക്കുഴപ്പം വരും. എന്താണ് മഞ്ഞാക്കലച്ചൻ ഇങ്ങനെ പഠിപ്പിക്കുന്നല്ലോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബൈബിളും തിരുവചനവും രണ്ടാമത്തെ സൂനദോസും കത്തോലിക്ക സഭയുടെ മതബോധനമൊക്കെ വെച്ചിട്ട് ഈ വിവിധ റീത്തുകളെക്കുറിച്ചും വിവിധ സഭകളെക്കുറിച്ചും പറഞ്ഞത്. നിങ്ങളിത് നന്നായിട്ട് കേൾക്കണമെന്നും പഠിക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മഞ്ഞാക്കലച്ചനോടും പറ്റുമെങ്കിൽ പറയണം. ഈ ശ്ലൈഹിക പ്രബോധനത്തിനെതിരെയുള്ള പ്രബോധനങ്ങളും ദർശനങ്ങളും പ്രവചനങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ലെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭ. ശ്ലൈഹിക പ്രബോധനത്തിൽ വ്യത്യസ്തമായത് മഞ്ഞാക്കലച്ചൻ പഠിപ്പിച്ചാൽ എത്ര വലിയ ദർശനമാണെങ്കിലും അത് സത്യപ്രബോധനമല്ല. അദ്ദേഹത്തിന്റെ മേലധികാരികളും മെത്രാന്മാരും അദ്ദേഹത്തെ തിരുത്തേണ്ടതുണ്ട്. ഞാൻ ആവർത്തിക്കുകയാണ്, മഞ്ഞാക്കലച്ചനോട് എനിക്ക് യാതൊരു വിരോധമില്ല, അദ്ദേഹത്തിന്റെ ബഹുമാനമുണ്ട് താനും. എങ്കിലും സഭയുടെ ഔദ്യോഗിക നിലപാടിന് അച്ഛൻ വ്യതിചലിക്കുകയും അദ്ദേഹത്തെ കേൾക്കുന്ന അനേകരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ വീഡിയോ. ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്ത്യയിലെ ലത്തീൻ സഭയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ശതമാനം വൈദികരും കന്യാസ്ത്രീകളും സീറോ മലബാർ സഭയിൽ നിന്നുള്ളവരാണ്. ലത്തീൻ സഭയിൽ പ്രവർത്തിക്കുന്ന സീറോ മലബാർ വൈദികരുടെ തിരുപ്പട്ടം ലിസിറ്റ് നിയമാനുസൃതമാകണമെങ്കിൽ സീറോ മലബാർ സഭയിലെ മെത്രാൻ തന്നെ കൈവപ്പ് നടത്തണം. അത് മഞ്ഞാക്കലച്ചനായാലും അങ്ങനെ തന്നെയാണ്. ലത്തീൻ കോൺഗ്രിഗേഷൻസിലെ സന്യാസഭകളിൽ വർക്ക് ചെയ്യുന്ന സന്യാസത്തിലും രൂപതകളിലും വർക്ക് ചെയ്ത സീറോ മലബാർ വൈദികരാണെങ്കിൽ അവരുടെ തിരുപ്പട്ടം ലിസിറ്റ് ആകണമെങ്കിൽ, നിയമാനുസൃതമാകണമെങ്കിൽ സീറോ മലബാർ സഭയിൽപ്പെട്ട മെത്രാൻ തന്നെ കൈവപ്പ് വയ്ക്കണം. മഞ്ഞാക്കലച്ചനും ഇത് ബാധകമാണ് അല്ലെ? അവര് തന്നെ തങ്ങളുടെ മാതൃസഭയായ സുറിയാനി സഭയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നത് നല്ലതാണോ? ശരിയാണോ? കഷ്ടമല്ലേ? ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് മഞ്ഞാക്കലച്ചൻ പറയുന്ന പ്രബോധനവും കത്തോലിക്ക സഭയുടെ പ്രബോധനവുമായി ചേർന്ന് പോകുന്നതല്ല. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനം 1031 കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 1030 വായിക്കാം. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായി വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. 1030 കത്തോലിക്ക സഭയുടെ മതബോധനം. അപ്പൊ നമുക്ക് ഇതിന്റെ വെളിച്ചത്തിൽ ഇതൊന്ന് ഈ കത്തോലിക്ക സഭ നല്ല കട്ടിയാണല്ലോ, ഞാൻ ഇച്ചിരി എളുപ്പമാക്കി പറയാം. മരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ആളത്വമായി മാറിയ ആത്മാവ് ഭൗതിക ശരീരത്തിൽ വേർപ്പെടുന്നു. ഭൗതിക ശരീരം മണ്ണോട് മണ്ണായി തീരുന്നു. ആളത്വമായി മാറിയ ആത്മാവ് തനത് വിധി നേരിടുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 1021 കാണാം. നീ ഇന്ന് എന്നോടുകൂടെ പർദീസ ആയിരിക്കും, ലൂക്കാസ് 23:43 എന്ന് യേശു തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടവനും പശ്ചാത്തപിച്ചവനുമായി കവർച്ചക്കാരനോട് പറഞ്ഞു. അത് അന്ത്യവിധിയെക്കുറിച്ചല്ലോ. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. ധനവാന്റെയും ലാസറുടെയും ഉപമയിലൂടെയും യേശു തനത് വിധി വ്യക്തമാക്കിയിട്ടുണ്ട്. ലൂക്കാസ് 16:22. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുവെന്ന് ഹെബ്രായ ലേഖനം 9:27 കാണാം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്, അതാണല്ലോ എനിക്ക് അത്യുത്തമമെന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ 1:23 പൗലോസ് പറയുന്നുണ്ട്. ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് 2 കൊരിന്ത്യർ 5:8 പൗലോസ് പറയുന്നു. ഇതെല്ലാം തനത് വിധിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. തനത് വിധി, അന്ത്യവിധിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അന്ത്യവിധി കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചല്ല, തനത് വിധിയെക്കുറിച്ചുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് പൗലോസ് സൂചിപ്പിക്കുന്നത്. പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്ക് പോകാനാണ് പൗലോസ് ഇച്ഛിക്കുന്നത്. ഹെബ്രായ ലേഖനം 12:23. ഇതെല്ലാം തനത് വിധിയെക്കുറിച്ചാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 1051 നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എന്നാണ് ഈ തനത് വിധി എന്ന് പറഞ്ഞാൽ? വിധി എന്ന് പറഞ്ഞാൽ ഐദർ ഓർ, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. നരകത്തിൽ പോകാൻ ദൈവം ആരെയും മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 1037. ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വം പിന്തിരിയുന്ന തരത്തിൽ മാരകപാപം ചെയ്യുകയും മാനസാന്തരപ്പെടാതെ മരണം വരെ ആ മാരകപാപത്തിൽ തുടരുകയും ചെയ്യുന്നവർക്ക് മാത്രമേ നരകശിക്ഷയ്ക്ക് അർഹതയുള്ളൂ. അതും നമുക്ക് ഒന്നുകൂടി കേൾക്കാം. 1037 കത്തോലിക്ക സഭയുടെ മതബോധനം 1037.
ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വം പിന്തിരിയുന്ന തരത്തിൽ മാരകപാപം ചെയ്യുകയും മാനസാന്തരപ്പെടാതെ മരണം വരെ ആ മാരകപാപത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ മാത്രമേ നരകശിക്ഷയ്ക്ക് അർഹരാകുന്നുള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധനം 1037. ദൈവത്തിൽ നിന്നുള്ള ശാശ്വതമായ വേർപാടാണ് നരകം. കത്തോലിക്ക സഭയുടെ മതബോധനം 1056. ബൈബിൾ അതിനെ രണ്ടാമത്തെ മരണം എന്ന് വിളിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 20:14. അപ്പോ നരകത്തിൽ പോകണമെങ്കിൽ മാരകപാപം ചെയ്തിരിക്കണം, അതിൽ ഉറച്ചു നിൽക്കണം, മരണം വരെ മാനസാന്തരപ്പെടാതെ. അല്ലാത്തവർക്കെല്ലാം സ്വർഗമാണ് പ്രതിഫലം. സ്വർഗമാണ് പ്രതിഫലം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവർ ആയിരിക്കുന്നത് പോലെ അവർ അവിടുത്തെ മുഖാമുഖം കാണുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 1023, 1028. പരിശുദ്ധ തൃത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതത്തെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. അത് പരിശുദ്ധ കന്യകാമറിയത്തോടും മാലാഖമാരോടും സകല വിശുദ്ധരോടും ഒപ്പമുള്ള തൃത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗമാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 1024. അവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കുകയും ചെയ്യും. വെളിപാട് 22:5, മത്തായി 25, 21, 23. ഇതാണ് സ്വർഗീയ സഭ. അവർ ശാശ്വത സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ അവർ ആയിരിക്കുന്നത് പോലെ കാണുകയും മഹത്വപൂർണ്ണ ക്രിസ്തു നിർവഹിക്കുന്ന ദൈവിക ഭരണത്തിൽ വിശുദ്ധ മാലാഖമാരോടൊപ്പം വ്യത്യസ്ത അളവിലും രീതിയിലും പങ്കുചേരുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 1053. ഇത് സ്വർഗം. നരകം പറഞ്ഞു, സ്വർഗം പറഞ്ഞു. അതേസമയം ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നെങ്കിലും ഹൃദയശുദ്ധിയുടെ പൂർണ്ണത ഇല്ലെങ്കിൽ ദൈവത്തെ മുഖാഭിമുഖം കാണാൻ കഴിയില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണുന്നതിനെയാണ് ഈ സ്വർഗീയ ആനന്ദം, ബയാറ്റിക് വിഷൻ എന്നൊക്കെ പറയുന്നത്. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്നാണ് ഈശോ പറഞ്ഞത്, മത്തായി 5:8. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവർക്ക് നിത്യരക്ഷയുടെ സ്വർഗം പ്രതിഫലമായി ലഭിക്കുന്നു, പക്ഷെ ദൈവത്തെ കാണാനുള്ള ഭാഗ്യമില്ല. നിത്യരക്ഷയുടെ സ്വർഗം പ്രതിഫലമായിട്ട് ലഭിക്കുന്നവർക്ക് പക്ഷെ ദൈവത്തെ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് ശുദ്ധീകരണത്തിന് ഒരു പ്രസാദ കാലയളവ് ദൈവം അനുവദിക്കുന്നു. എ ഗ്രേസ് പീരീഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ. സ്വർഗം പ്രതിഫലം കിട്ടിയവർക്ക് ദൈവത്തെ കാണാനുള്ള ഒരു പൂർണ്ണതയുടെ അഭാവം ഉള്ളത് കൊണ്ട് അവർക്കൊരു ഗ്രേസ് പീരീഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ, ഒരു പ്രസാദ കാലയളവ്, ശുദ്ധീകരണത്തിന്റെ പ്രസാദ കാലയളവ് അനുവദിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ ശുദ്ധീകരണ അവസ്ഥ എന്ന് വിളിക്കുന്നു, പെർഗാറ്ററി. മലയാളത്തിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്നത്ര നല്ലതല്ലാത്തൊരു പരിഭാഷയാണുള്ളത്. നിത്യരക്ഷയ്ക്കായി ശപിക്കപ്പെട്ടവരുടെ വിധിയിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് ഈ ശുദ്ധീകരണ അവസ്ഥ. ശുദ്ധീകരണത്തിന് ആ കാലയളവ് കഴിയുമ്പോൾ അവരും ദൈവത്തെ മുഖത്തോട് മുഖം കാണും. ഇത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. സ്വർഗം പ്രതിഫലമായി ലഭിച്ചവർക്ക് ദൈവത്തെ കാണാനുള്ള പരിപൂർണതയുടെ അഭാവം ഉള്ളത് കൊണ്ട് സ്വർഗം പ്രതിഫലം ലഭിച്ചവർക്ക് അനുവദിക്കപ്പെടുന്ന എ ഗ്രേസ് പീരീഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ആണ് ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ ശുദ്ധീകരണ അവസ്ഥ. അല്ലാതെ അഗ്നിയിൽ കിടന്ന് തിളച്ചു മറിയുന്നതല്ല. സ്വർഗം പ്രതിഫലമായി ലഭിച്ചവർക്കുള്ളതാണത്. നരകത്തിലെ ശമിക്കാത്ത അഗ്നിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശുദ്ധീകരിക്കുന്ന ഈ അഗ്നിയെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്താൽ ഈ ലോകത്തിലോ വരാനുള്ള ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് യേശു വെളിപ്പെടുത്തുന്നു. മത്തായി 12:31. ചില കുറ്റങ്ങൾ ഈ ലോകത്തിൽ ക്ഷമിക്കപ്പെടാമെന്നും മറ്റു ചിലത് വരാനുള്ള യുഗത്തിലും ക്ഷമിക്കപ്പെടാമെന്നും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുവെന്നല്ലേ മഹാനായ വിശുദ്ധ ഗ്രിഗറി പഠിപ്പിച്ചത്. കത്തോലിക്ക സഭയുടെ മതബോധനം 10:31. അങ്ങനെ പല തിരുവചനങ്ങളുണ്ട്. ഇത് ചുട്ടരിക്കുന്ന അഗ്നിയല്ല ഈ ശുദ്ധീകരണ അവസ്ഥ. അതേക്കുറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്. 2011 ജനുവരി 12 നൽകിയ പൊതു ദർശനത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞു, അളക്കാനൊക്കാത്ത സ്നേഹവും എല്ലാം തികഞ്ഞ നീതിയുമായ ദൈവത്തെക്കുറിച്ച് ബോധവാനാകുന്ന ആത്മാവ് ആ ദൈവത്തോട് വേണ്ടവതും സഹകരിച്ചില്ലല്ലോ എന്നോർത്ത് ഉള്ളിൽ അനുഭവിക്കുന്ന വേദനയാണ് ഈ ശുദ്ധീകരണ അഗ്നി. പ്രിയതമനെ കാത്തിരിക്കുന്ന പ്രിയതമ അനുഭവിക്കുന്ന ഹൃദയനീറ്റൽ പോലെയാണിത്. പ്രിയതമനെ കാത്തിരിക്കുന്ന പ്രിയതമ അനുഭവിക്കുന്ന ഹൃദയനീറ്റൽ പോലെയാണിത്. കാമുകനെ കാത്തിരിക്കുന്ന കാമുകി അവളുടെ ഹൃദയനീറ്റൽ പോലെയാണ്, അല്ലാതെ നരകാഗ്നിയിലെ കെടാത്ത തീ പോലെയല്ല. ഇതാണ് സഭയുടെ പ്രബോധനം. ഇതാണ് ശുദ്ധീകരണ സ്ഥലം. കാര്യം മനസ്സിലായോ? ശുദ്ധീകരണ സ്ഥലം എന്ന വാക്ക് ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നതല്ല, ശുദ്ധീകരണ അവസ്ഥ എന്നാണ്. ഒന്നുകൂടി പറയട്ടെ. സ്വർഗം പ്രതിഫലമായി ലഭിച്ചവർക്ക് ദൈവത്തെ കാണാനുള്ള ആ പരിശുദ്ധിയുടെ അഭാവം ഉള്ളത് കൊണ്ട് സ്വർഗം പ്രതിഫലമായി ലഭിച്ചവർക്ക് ഒരു ശുദ്ധീകരണത്തിന്റെ ഗ്രേസ് പീരീഡ് അനുവദിക്കുന്നതാണ് ഈ ശുദ്ധീകരണ അവസ്ഥ. അത്
അതിനകത്തൊരു ഒരു ഹൃദയനേറ്റലുണ്ട്. എങ്ങനെയാണ്? ഭർത്താവ് വരാൻ വൈകുന്നു. അപ്പൊ ഭാര്യയ്ക്ക് ഒരു ഹൃദയനേറ്റലുണ്ട്, ഒരു ആകുലതയുണ്ട്. ആ തരത്തിലുള്ള വേദനയാണ് ശുദ്ധീകരണ അവസ്ഥയിലുള്ളത്. അപ്പൊ ഇതിന് വിരുദ്ധമായിട്ട് മഞ്ഞാക്കലച്ചൻ പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം തിരുത്തേണ്ടതാണ്. ഇത് എന്റെ വീഡിയോ കേൾക്കുന്നവര് ഇതാണ് ശുദ്ധീകരണ സ്ഥലം എന്ന കാര്യം മനസ്സിലാക്കുക. ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് തിരുവചന ജപമാല എന്ന എന്റെ പുസ്തകത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ ആളായി മാറിയ ആത്മാവ് എന്നൊക്കെ അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താനും. നമ്മൾ ആത്മാവെന്ന് നമ്മൾ പറയുന്നത് ഹിന്ദുക്കളോ ഗ്രീക്കുകാരോ പറയുന്നത് പോലെയല്ല. അങ്ങനെയല്ല. ആത്മാവിന്റെ അമരത്വം എന്ന് നമ്മൾ പറയുന്നത് അവർ പറയുന്നത് പോലെയല്ല. ശരീരത്തിന്റെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുടെ ഉയർപ്പിൽ, ആത്മാവിന്റെ അല്ല, ആളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നതാണ്. ഈ ആത്മാവിന് കൂട്ടായിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആൾക്ക് കൂട്ടായിരിക്കണമെന്നാണ്. ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ആത്മാവ് എന്ന് വിചാരിക്കുന്ന ഹിന്ദുക്കളെ പോലെയോ ഗ്രീക്കുകാരെ പോലെയോ അല്ല. അങ്ങനെയല്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കൊന്നാണെങ്കിലും അർത്ഥം ഒന്നല്ല. ഇതേക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ ഈ തിരുവചന ജപമാലയുടെ ആ വ്യാഖ്യാനം വരുമ്പോൾ പഠിപ്പിക്കുന്നതാണ്. ചുരുക്കത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധനം, കത്തോലിക്ക സഭ പഠിപ്പിക്കാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിന് വിരുദ്ധമായിട്ട് ആര് പ്രസംഗിച്ചാലും, എത്ര ക്യാമനാണെങ്കിലും അവരെ തിരുത്തുക, അവരോട് തിരുത്താൻ ആവശ്യപ്പെടുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരാരും മോശക്കാരൊന്നുമല്ല. പക്ഷേ സഭയുടെ പ്രബോധനം വ്യതിചലിച്ചു പോകുമ്പോൾ അവര് തെറ്റായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ശരിയായ വഴിയിലേക്ക് വരാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുക. അങ്ങനെ സഭ പഠിപ്പിക്കുന്ന തരത്തിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇതെല്ലാം ബൈബിളിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പല റീത്തുകൾ വേണമെന്നതും ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബൈബിളിന്റെ വെളിച്ചത്തിലാണ് കത്തോലിക്ക സഭ എഴുതിയിരിക്കുന്നത്, രണ്ടാമത്തെയും സോനത്ത് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് വ്യതിചലിക്കാതെ പഠിപ്പിക്കാൻ, അതില് കൂട്ടിച്ചേർക്കൽ, അതായത് ഇതിനെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലൊക്കെ അവതരിപ്പിക്കാം. പക്ഷേ വ്യതിചലിച്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിൽ ഉറയ്ക്കാൻ, വിശ്വാസത്തിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 87. നമ്മൾ തിരുവചന ജപമാല അതിനടിസ്ഥാനമാക്കിയിട്ട് മരിയൻ ധ്യാനം നടത്തുകയാണ്. അതിൽ 87ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്ത പ്രാർത്ഥനയുടെ വിവിധ അപേക്ഷകളാണ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സോടുകൂടി അവസാനിപ്പിച്ചു. നമ്മൾ കൊന്ത ചൊല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ കൊന്ത ചൊല്ലുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി, അത് കഴിഞ്ഞിട്ട് സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി, അപ്പോ കർത്തൃപ്രാർത്ഥന ചൊല്ലി, നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി, കുരിച്ചു പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, അത് കഴിഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവ് എന്ന കർത്തൃപ്രാർത്ഥന, അതേക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. പിന്നെ 3 മണികൾ. അതെന്തിനാണ്? വിശ്വാസം, പ്രത്യാശ, അല്ലെങ്കിൽ ശരണം, സ്നേഹം. ഈ 3 ദൈവിക പുണ്യങ്ങളെ, അല്ലേ, 3 ദൈവിക പുണ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലും. നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയെക്കുറിച്ച് പിന്നീട് നമുക്ക് ധ്യാനിക്കാം. നമ്മൾ ഈ ദൈവിക പുണ്യങ്ങൾ എന്ന് പറയുന്ന, ദൈവിക സുഹൃതങ്ങൾ എന്ന് പറയുന്ന വിശ്വാസം, ശരണം, സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3നെ കുറിച്ചും ഒരു പ്രാരംഭ വിചിന്തനം ഇന്ന് നൽകാം. ഓരോന്നിനെയും കുറിച്ച് നമുക്ക് പിന്നീട് കാണാം. നമുക്കൊരു ചോദ്യം ചോദിക്കുക. ഈശോ എന്താണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്? ലോകസമാധാനമാണോ? അല്ല. സാർവത്രികമായ സമ്പത്താണോ? അല്ല. സാർവത്രികമായ ഐശ്വര്യമാണോ? സാർവത്രികമായ ശാന്തിയാണോ? അല്ല. കൂടുതൽ മെച്ചപ്പെട്ടൊരു ലോകമാണോ? അല്ല. എങ്കിൽ പിന്നെ എന്താണ് ഈശോ കൊണ്ട് കൊണ്ടുവന്നേ, ഈ ഭൂമിയിൽ കൊണ്ടുവന്നേ? ഉത്തരം വളരെ ലളിതമാണ്. വളരെ ലളിതമെങ്കിലും അപാരമായി ഗംഭീരമാണ്. ഈശോ ഈ ഭൂമിയിൽ കൊണ്ടുവന്നത് സത്യദൈവത്തെയാണ്. സത്യദൈവത്തെയാണ്. തന്റെ മുഖത്തെ മറച്ചിരുന്ന യവനിക, ഈ തിരശ്ശീല, സാവകാശം നീക്കി അബ്രഹാമിനും പിന്നെ മോശയ്ക്കും പ്രവാചകന്മാർക്കും പിന്നെ ജ്ഞാനഗ്രന്ഥത്തിലും പണ്ട് ഒരു മിന്നലി പോലെ വെളിപ്പെടുത്തിയ ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഈശോയാണ്. പുറജാതിക്കാരുടെ മതങ്ങളിലെ ദൈവത്തിന്റെ മുഖം നിഴൽ രൂപത്തിലൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇസ്രായേലിൽ മാത്രം തന്റെ മുഖം നിയതമായി വെളിപ്പെടുത്തി. ദൈവം തന്റെ മുഖം വെളിപ്പെടുത്തി. ആ മുഖം വെളിപ്പെടുത്തിയ ദൈവത്തെ ഈ ഭൂമിയിൽ എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ കൊണ്ടുവന്നത് ഈശോയാണ്. അപ്പൊ അവൻ എന്താ കൊണ്ടുവന്നത്? ദൈവത്തെ, സത്യദൈവത്തെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഈ ദൈവത്തെ, ഏക സത്യദൈവത്തെ ഭൂമിയിലെ സകല ജനതകൾക്കുമായി കൊണ്ടുവന്നത് ഈശോയാണ്. ഈശോ മാത്രമാണ്.
അവൻ ദൈവത്തെ കൊണ്ടുവന്നു. നമുക്കിപ്പോൾ അവന്റെ മുഖം എന്തെന്നറിയാം. യേശുവിനെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു. യേശുവിനെ ഇപ്പൊ എവിടെ കാണാൻ പറ്റുക? കുർബാന തുടങ്ങി കൂതാശകളില്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 14:8 മുതൽ 10 വരെ. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇപ്പോ ഈ എന്നെ എന്ന് പറഞ്ഞ ഈശോയെ എങ്ങനെ കാണാൻ പറ്റും? കുർബാനയെ തുടങ്ങിയ കൂതാശകളില്, അല്ലാതെ വേറെ മാർഗമില്ല. അപ്പോ എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു, പിതാവിനെ കാണുന്നു എന്ന് ആ തിരുവചനം എല്ലാ കാലത്തേക്കും സത്യമായിരിക്കാൻ വേണ്ടിയാണ് അവൻ കുർബാന സ്ഥാപിച്ചത്. അന്ന് ശെമിയോൻ ഈശോയെ കൈകൾ എടുത്തതുപോലെ ഇന്ന് വൈദികന് ഈശോയെ കൈകൾ എടുക്കാം. അന്ന് ഈശോയെ കൈകൾ എടുത്ത ജോസഫിനെ പോലെയും മറിയത്തെ പോലെയും ഇന്ന് നമുക്ക് കർത്താവിനെ കൈകൾ എടുക്കാം. ആ സാധ്യത, അന്നത്തെ സാധ്യത എല്ലാ തലമുറകൾക്കും നൽകാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇപ്പൊ നമുക്ക് ഈ സത്യദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഈ ലോകത്തിൽ മനുഷ്യൻ നടക്കേണ്ട പാത, അത് ദൈവത്തെങ്കിലേക്കുള്ള പാത കൃത്യമായിട്ട് ഏത് പാതയാണെന്ന് നമുക്കിപ്പോ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു ദൈവമില്ല. സത്യദൈവം എന്ന് പറഞ്ഞത് ഈശോ മിശിഹായുടെ പിതാവായ ദൈവമാണ്. ഇങ്ങനെ ഈശോ ദൈവത്തെ ഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ അതോടൊപ്പം വേറൊരു സംഗതി കൂടി കൊണ്ടുവന്നു. നമ്മുടെ ഉത്ഭവം എവിടെയാണ്? നമ്മുടെ ഭാവി എന്താണ്? നമ്മുടെ ഭാഗധേയം എന്താണ്? ഡെസ്റ്റിനി. നമ്മുടെ ഉത്ഭവം, ഒറിജിൻ, ഭൂതം എവിടെയാണ്? നമ്മുടെ ഭാവി ഫ്യൂച്ചർ എവിടെയാണ്? നമ്മുടെ ഡെസ്റ്റിനി, ഭാഗധേയം എന്താണ്? ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള സത്യവും ഈശോ കൊണ്ടുവന്നു. ഈ 3 കാര്യങ്ങളെ, നമ്മുടെ ഉത്ഭവം, നമ്മുടെ ഭാവി, നമ്മുടെ ഭാഗധേയം, ഈ 3നെയും വിളിക്കുന്ന പേരാണ് ദൈവിക സുഹൃതങ്ങൾ അഥവാ ദൈവിക പുണ്യങ്ങൾ, ദൈവശാസ്ത്ര പുണ്യങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പൊ ഈ 3 കാര്യങ്ങളും ഈശോ കൊണ്ടുവന്നു. അയ്യേ, ഇത്ര മാത്രമേ ഈശോ കൊണ്ടുവന്നുള്ളൂ ഈ ഭൂമിയിലേക്ക്? ഇങ്ങനെ പലപ്പോഴും നാം ചോദിക്കും. നാം ഇങ്ങനെ ചെറുതായി കാണുന്നത് നമ്മുടെ ഹൃദയകാഠിന്യം മൂലമാണ്. കാരണം വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയിലൂടെ ദൈവത്തിന്റെ ശക്തി ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് വളരെ ശാന്തമായിട്ടാണ്, വളരെ നിഗൂഢമായിട്ടാണ്. ഞാൻ അതൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. വിശ്വാസം, ശരണം, സ്നേഹം, ഇത് 3 കർത്താവ് കൊണ്ടുവന്നല്ലോ. ഇത്രേ കൊണ്ടുവന്നല്ലോ ഈശോ. അയ്യേ, ഇത് വളരെ ചെറുതായി പോയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ വാസ്തവത്തിൽ ഈ 3 കാര്യങ്ങളിലൂടെയാണ്, ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയിലൂടെയാണ് ദൈവത്തിന്റെ ശക്തി ഈ ലോകത്തില് പ്രവർത്തിക്കുന്നത്. വളരെ ശാന്തമായിട്ട്, നിഗൂഢമായിട്ട്. ശാന്തമായിട്ടും നിഗൂഢമായിട്ടും ആണെങ്കിലും ശാശ്വതമായി നിലനിൽക്കുന്നത് സത്യമായി ഈ ശക്തി മാത്രമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം 1 കൊരിന്ത്യർ 13:13 ഇത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിയേ. നമ്മുടെ ചുറ്റും ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, എറണാകുളം അങ്കമാലി അതിരൂപത, പിന്നെ നമ്മുടെ മെത്രാൻ സിനഡ്, ഇതൊക്കെ ഇപ്പൊ നടക്കുകയാണല്ലോ. ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങള് ഒരു പ്രാണവേദനയിലൂടെ കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? എറണാകുളത്ത് തോന്നിവാസങ്ങളുടെ അങ്ങേയറ്റം, അതിന് നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു അഴകുഴമ്പൻ മെത്രാൻ സിനഡ്. ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒരു പ്രാണവേദനയിലൂടെ, കഠിന വേദനയിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഇന്നലെയും സമരം ചെയ്യേണ്ടി വന്നു നമുക്ക് മൗണ്ട് തോമസിന്റെ മുമ്പിൽ. എന്തിനാ? മെത്രാമാര് തീരുമാനിച്ച കുർബാന നമുക്ക് കിട്ടാൻ. മെത്രാമാര് തീരുമാനിച്ച കുർബാന, ഒരു തീരുമാനം എടുത്തു, നടപ്പാക്കാൻ അറിയില്ല. അന്ന് തീരുമാനിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. തീരുമാനം നടപ്പാക്കാൻ അറിയില്ലെങ്കിൽ തീരുമാനിക്കാൻ പാടുണ്ടോ? അവര് തന്നെ തീരുമാനിക്കുക, അവര് തന്നെ തകിടം മറിക്കുക. എന്തോന്ന് സംവിധാനം. അപ്പോ ദൈവത്തിന്റെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒരു കഠിന വേദനയുടെ കടന്നു പോകുകയാണ്. മെത്രാന്മാരിത് കാണുന്നില്ല. കണ്ടാലും അത് നടപടിയെടുക്കാനുള്ള ചങ്കൂറ്റമില്ല. കാരണം എന്താ? സ്ഥാപിത താല്പര്യങ്ങള്, മാനുഷിക താല്പര്യങ്ങള്, ഇഹലോക സംബന്ധമായ താല്പര്യങ്ങള്. ദൈവത്തിന്റെ സഭ ഇങ്ങനെ ഒരു പാഷൻ, ഒരു തീവ്രമായ ആഗ്രഹമില്ലെങ്കിൽ ഈ മെത്രാൻ സ്ഥാനത്തോട്, വൈദിക സ്ഥാനത്തോട് കൂറു പുലർത്താൻ കഴിയില്ല. അതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും സംഭവിച്ചിരിക്കുന്ന അതേ അപജയമാണ് അതിനേക്കാൾ കൂടുതൽ അളവിൽ നമ്മുടെ മെത്രാന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പരാജയപ്പെടുകയാണോ എന്ന് വിശ്വാസികൾക്ക് തോന്നിപ്പോകും. നമുക്ക് ഹൃദയവേദനയുണ്ട്. എന്റെ വേദന നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളുടെ വേദന ഞാനും തിരിച്ചറിയുന്നുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആകെ പരാജയപ്പെട്ടു പോകുന്നുവെന്ന് നമുക്ക് പേടി തോന്നുകയാണ്. പക്ഷേ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. അത് മാത്രമാണ് രക്ഷയെ നമ്മൾ തെളിയിക്കപ്പെടുകയും ചെയ്യുന്നു. പണ്ടുണ്ടായിരുന്ന ലൗകിക സാമ്രാജ്യങ്ങളൊക്കെ എവിടെ പോയി? അതൊക്കെ നിലംപതിച്ചില്ലേ? മണ്ണോട് മണ്ണായില്ലേ? കാലത്തിൽ നിന്ന് മറഞ്ഞു പോയില്ലേ? എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു പാറക്കാട്ടിൽ പിതാവിന്റെ
കർദിനാൾ പാറേക്കാട്ടിൽ പിതാവിന്റെ ഇല്ലേ ബ്രാഹ്മണ്യ കുർബാന, ഭാരതീയ കുർബാന, പിന്നെ മിനി മാസ്, എന്തെല്ലാം തരത്തിലാണ് ഈ പരിശുദ്ധ ലിറ്റർജി വ്യഭിചരിച്ചത്. അതൊക്കെ പോയില്ലേ. ഇപ്പോ ആ സമയത്താണെങ്കിലും ഒരു ഏകീകൃത കുർബാന പകുതിയോളം പള്ളികളിൽ എറണാകുളത്ത് ചൊല്ലുന്നില്ലേ. അപ്പൊ പാറേക്കാട്ടിൽ പിതാവിന്റെയും വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും ജയിച്ചു നിൽക്കുന്നുവെന്ന് തോന്നിക്കുന്ന ആ പദ്ധതി പരാജയപ്പെട്ടില്ലേ. ദൈവത്തിന്റെ പദ്ധതി ശാന്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നിലൂടെയാണ്. ഇത് ഞാൻ അതിശയോക്തി പറയോ, കുറ്റപ്പെടുത്തുവല്ല. ഇതല്ലേ സത്യം. ചത്താലും ഈ കുർബാന ചൊല്ലില്ലെന്ന് പറഞ്ഞവരിപ്പോ ചൊല്ലല്ലേ, പകുതി പേരെങ്കിലും ചൊല്ലില്ലേ ആ സമയത്തെങ്കിലും. മുന്നേറ്റക്കാരെന്തൊക്കെയാ പറഞ്ഞിരുന്നേ? ഇവിടെ അനുവദിക്കില്ല, മറ്റതാണ് സ്വതന്ത്ര സഭ ഉണ്ടാക്കും. എവിടെ അവർക്ക് വല്ലതും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇപ്പൊ ഒരു വിമത അൽമായ സിനഡ് ഉണ്ടാക്കിയിട്ട് കുറച്ചു പേരൊക്കെ വന്ന് പ്രസംഗിച്ചു പോയി. വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതെല്ലാം നശിച്ചു പോകും. കാരണം അത് ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കെതിരാണ്. വിശ്വസിക്കുന്ന മനുഷ്യരെ പ്രത്യാശയുടെയും സ്നേഹത്തിലൂടെയും അതിനെ കീഴടക്കും. പക്ഷെ അത് ശാന്തമായിട്ടാണ്. ഈ മുന്നേറ്റക്കാർ ചെയ്യുന്ന പോലെയും വിമത വൈദികർ ചെയ്യുന്ന പോലെയും കുർബാനയെ സമരമുറയാക്കിയിട്ടോ അക്രമം ചെയ്തിട്ടോ ഗേറ്റ് തല്ലിപ്പൊളിച്ചിട്ടോ ഒന്നുമല്ല. അങ്ങനെയല്ല ദൈവത്തിന്റെ പ്രവൃത്തി. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയിലൂടെയാണ് മുന്നോട്ട് പോവുക. ഈ വലിയ സാമ്രാജ്യങ്ങൾക്ക് മണ്ണോട് മണ്ണായി, കാലത്തിൽ നിന്ന് മറഞ്ഞുപോയി. എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എറണാകുളം, അങ്കമാലി അതിരൂപത്തിലും മറ്റു രൂപതകളിലൊക്കെ, ഇരിങ്ങാലക്കുട, തൃശ്ശൂരൊക്കെ എന്തൊക്കെയായിരുന്നു. എന്തുമാത്രം എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടത്. എന്നെക്കുറിച്ച് അപഖ്യാതികൾ പറഞ്ഞുണ്ടാക്കിയത്, ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചത്, ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അതൊന്നും എന്റെ ഒരു രോമത്തിൽ സ്പർശിക്കില്ല. കാരണം എന്താ? എനിക്കറിയാം എന്താണ് ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, എന്നെ കൊന്നാൽ പോലും അതെനിക്ക് വേദനിക്കില്ല. എന്നെ കൊന്നാലും ഞാൻ തോൽക്കില്ല. കാരണം എന്താ? ഈ കർത്താവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു എന്ന് വിചാരിച്ച് ഞാൻ വിശുദ്ധനാണെന്നോ പുണ്യപ്പെട്ടവനാണെന്നോ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളെക്കാൾ പാപിയായിരിക്കാം ഞാൻ. പക്ഷേ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. എന്റെ പാവാവസ്ഥയെല്ലാം കർത്താവിന് മുമ്പിൽ അംഗീകരിച്ചുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ അംഗീകരിച്ചുകൊണ്ടും ഞാൻ പറയുന്നു, ഞാൻ കർത്താവിന് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതുകൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിലൂടെ ദൈവത്തിന്റെ പദ്ധതി ഈ ലോകത്ത് ശാന്തമായി നിഗൂഢമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ കർത്താവ് ആയുസ് തരാണെങ്കിൽ ഒരു പ്രോജക്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കും. 600 കൊല്ലം കഴിയുമ്പോൾ എന്താണ് ഇന്ത്യയിൽ ഉണ്ടാകുക, സംഭവിക്കുക എന്നുള്ളതിന്റെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആ പ്രോജക്ട്. അപ്പോ ഞാൻ അതിനു മുമ്പ് മെത്രാമാർ റൂമിൽ ഒരു പ്രോജക്ട് വെച്ചിട്ടുണ്ട്. 2033, 2042, 2052, 2072 കാലയളവിൽ. ഇതെല്ലാം പ്രധാനപ്പെട്ട വർഷങ്ങളാണ് നമുക്ക്. ആ വർഷങ്ങൾ ചെയ്യേണ്ട, ആ വർഷങ്ങൾ എത്തുമ്പോഴേക്കും നമ്മൾ ഭാരതസഭ, സുറിയാനി കത്തോലിക്ക സഭ എന്ത് ചെയ്യണമെന്ന് ഒരു പ്രോജക്ട് മെത്രാമാരുടെ മുമ്പിൽ 2022 ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരത് സ്വീകരിച്ചിട്ടില്ല. അത് സ്വീകരിച്ചാൽ ഒരു പക്ഷേ എന്നോട് തന്നെ ചോദിക്കേണ്ടി വരും എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന്. അതിനോട് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്ന് വിചാരിച്ച് പറയാതിരിക്കുമോ? അത് ഞാൻ വത്തിക്കാനിലും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രേഖയായിട്ട് ഇവിടെ കിടക്കുമല്ലോ. സിറിൽ വാസിൽ പിതാവിന് മുമ്പിലുണ്ട്, അതുപോലെ വത്തിക്കാനിലുമുണ്ട്. ഇതൊക്കെ എന്നെങ്കിലൊക്കെ ഇത് ആർക്കൈവ്സിലോ വത്തിക്കാൻ ഡോക്യുമെന്റ്സിലൊക്കെ രേഖപ്പെടുത്തി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ചില കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വിശ്വാസ കാര്യാലയത്തിന് ഞാൻ സമർപ്പിച്ചിട്ടുമുണ്ട്. സ്വീകരിക്കുമായിരിക്കും. അതൊക്കെ 10-25 കൊല്ലം കഴിയുമ്പോഴാണ് എന്റെ റിവിഷൻ വരുമ്പോഴാണ് ഇതൊക്കെ ചേർക്കപ്പെടുന്ന നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയിലോട്ട് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ്. ലൗകിക സാമ്രാജ്യങ്ങളുടെ മഹത്വവും പകിട്ടും വെറും തട്ടിപ്പാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിമത വൈദികരുടെ ഈ മഹത്വവും പകിട്ടും വെറും തട്ടിപ്പാണ്. അൽമായ മുന്നേറ്റക്കാരുടെ ഈ വിമത അൽമായ സിനഡ്, അതിന്റെ മഹത്വം, അതിന്റെ തേജസ് വലിയ ഗംഭീരമായിട്ടൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടു. അതിന്റെ പകിട്ട് വെറും തട്ടിപ്പാണ്. കാരണം എന്താണ്? അത് ലൗകിക താല്പര്യങ്ങളാണ്. ക്രിസ്തുവിന്റെ മഹത്വം, ക്രിസ്തുവിന്റെ തേജസ്, അത് വിനീതമായ അവന്റെ സ്നേഹത്തിന്റെ ആത്മത്യാഗത്തിലൂടെയുള്ള മഹത്വമാണ്. അത് മാത്രം മറിഞ്ഞു പോയിട്ടില്ല, മറിഞ്ഞു പോവുകയുമില്ല. നസ്രത്തിൽ യേശു 1-ാമത്തെ വോള്യം 151 പേജില് ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയ കാര്യം ഞാൻ ഈ പറയണേ. ആ ദൈവിക തേജസ്സിൽ പങ്കുചേരാൻ നമുക്ക് നൽകിയിട്ടുള്ള മാർഗങ്ങളെയാണ് ദൈവിക പുണ്യങ്ങൾ അഥവാ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന് പറയണേ. ദൈവത്തിന്റെ തേജസ്സിൽ പങ്കുചേരാൻ നമുക്ക് നൽകിയിട്ടുള്ള 3 ദൈവിക പുണ്യങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് നിങ്ങൾ അടിവരയിട്ട് കേൾക്കണം കേട്ടോ.
ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറയാണ് ഈ ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം എന്നിവ. എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്? ദൈവവുമായിട്ടും മറ്റു മനുഷ്യരുമായിട്ടും നമ്മെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നത് ഈ 3 ദൈവിക സുഹൃതങ്ങളാണ്. ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ഈ ദൈവിക പുണ്യങ്ങളാണ്. അതുകൊണ്ട് ദൈവിക പുണ്യങ്ങൾ എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗീയ ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയിലൂടെയാണ്. ഇവയില്ലെങ്കിൽ ഭൂമിയിൽ നമ്മുടെ ജീവിതം പൊള്ളയായി ശൂന്യമായി അനുഭവപ്പെടും. ലക്ഷ്യബോധമില്ലാതെ നമ്മൾ അലഞ്ഞു തിരിയും. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോഴത്തെ മാതാപിതാക്കളെ മക്കളെ എന്താ പഠിപ്പിക്കുന്നത്? പഠനം, ജോലി, പഠനം, ജോലി, മറ്റൊന്നും വേണ്ട, പഠനം, ജോലി. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. പണ്ട് പഠിപ്പിച്ചിരുന്നത് എന്താണ്? വിവാഹവും കുടുംബവും മക്കളും. ലക്ഷ്യം വിവാഹം, കുടുംബം, മക്കള്, പിന്നെ പേരക്കിടാങ്ങള്. ഇപ്പൊ അതില്ല. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? പഠനം കഴിഞ്ഞു, ജോലിയും കിട്ടി. ഇനി അയ്യോ, എന്തിനാ പഠിച്ചേ? എന്തിനാ ജോലി കിട്ടിയേ? ആർക്ക് വേണ്ടി പിന്നെ നീ ജീവിക്കുന്നത്? നീ പഠിച്ചു, നിനക്ക് ജോലി കിട്ടി, കല്യാണം കഴിഞ്ഞിട്ടില്ല, കുടുംബവും ഇല്ല, മക്കളും ഇല്ല, പിന്നെ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? കുറച്ചു നാളൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും, പിന്നെ ഒരു വല്ലാത്ത നിരാശതയിലേക്ക് വീഴും. ആർക്കെങ്കിലും വേണ്ടിയേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, എന്തിനെങ്കിലും വേണ്ടിയേ ജീവിക്കാൻ പറ്റൂ. പഠനത്തിനും ജോലിക്കും വേണ്ടി ജീവിക്കാൻ കഴിയില്ല. അത് ലക്ഷ്യമല്ല, ഉപാധിയാണ്, മീൻസ് ആണ്. ഇത് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് പുതിയ തലമുറ ലക്ഷ്യബോധമില്ലാതെ പോകുന്നത്. പഠനം വേണമെന്നുണ്ട്, ജോലി വേണമെന്നുണ്ട്. അതൊരു ചെറിയ ലക്ഷ്യമല്ലേ? അതാണോ ശരിക്കുള്ള ലക്ഷ്യം? ശരിക്കുള്ള ലക്ഷ്യം എന്താണ്? വിവാഹവും കുടുംബവും മക്കളും പേരക്കിടാങ്ങളൊക്കെ തന്നെയാണ് എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ നൂറ്റാണ്ടുകളുടെ തലമുറകളിൽ നിന്ന് കിട്ടിയ ആർജിച്ച ആ വിജ്ഞാനത്തെ തിരസ്കരിക്കുന്നത് എത്ര വലിയ മണ്ടത്തരമാണ്. കുറച്ചു കഴിയുമ്പം ഇപ്പോഴത്തെ ഈ പുതുതലമുറ മാതാപിതാക്കൾ മാറിയിട്ട് വേറെ ഒരു തലമുറ വരും. ഇതിന്റെ ഈ ഞങ്ങളുടെ മാതാപിതാക്കളുടെ തെറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു തലമുറ വരും, ഞങ്ങളെ നേരെ ചൊവ്വേ ലക്ഷ്യബോധം പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞിട്ട്. എനിവേ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇതില്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം തന്നെ പൊള്ളയാകും, ശൂന്യമാകും, ലക്ഷ്യബോധം നഷ്ടപ്പെടും. ഏക സത്യദൈവം എന്ന പാറപ്പുറത്ത് നമ്മുടെ ജീവിത സൗധം കെട്ടിപ്പടുക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയണേ. അത് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. അതായത് സ്ലിപ്പറി അല്ലാത്ത ഒരു ഫൗണ്ടേഷൻ, ദൈവം എന്ന ഫൗണ്ടേഷൻ. ആ ദൈവം എന്ന അടിത്തറയിൽ നമ്മൾ ജീവിക്കുക, നമ്മുടെ ജീവിത സൗധം കെട്ടിപ്പോക്കുക. അതിനെയാണ് വിശ്വാസം എന്ന് പറയണേ. മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ ക്രിസ്തുവാണ് നമ്മുടെ ഭാവി. മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരാളേ ഉള്ളൂ. രാമനോ കൃഷ്ണനോ ശ്രീബുദ്ധനോ മുഹമ്മദോ ആരും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ഭാവി സൃഷ്ടിക്കാനും കഴിയില്ല. ഭാവി എന്ന് പറഞ്ഞത് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ പാപമോചനവും രക്ഷയും നിത്യജീവൻ നൽകാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ എന്നും അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അവൻ നൽകുന്നുവെന്നും വിശ്വസിക്കുന്നതാണ് പ്രത്യാശ. അത് നമുക്ക് സ്ഥിരതയും സഹനശീലവും നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ സർവശക്തിയാൽ നാം നമ്മിൽ നിന്ന് തന്നെ പുറത്തു കടന്ന് ദൈവത്തെങ്കിൽ എത്തിച്ചേരുന്നതിനെയാണ് സ്നേഹം എന്ന് വിളിക്കുന്നത്. നാം നമ്മിൽ നിന്ന് തന്നെ പുറത്തു കടന്ന് ദൈവത്തെങ്കിൽ എത്തിച്ചേരുക. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹവും മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹവും അതിന് വാത്സല്യം എന്നാണ് ഗ്രീക്കിൽ വിളിക്കുന്നത്. സ്റ്റോർഗെ എന്ന് പറയും. സ്റ്റോർഗെ. സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തെ സൗഹൃദം എന്നാണ് പറയുക, ഗ്രീക്കിൽ ഫീലോസ് അല്ലെങ്കിൽ ഫീലിയ. ഭാര്യാഭർത്താക്കൾ തമ്മിലുള്ള സ്നേഹത്തെ ദാമ്പത്യ സ്നേഹം എന്ന് വിളിക്കുന്നു, ഗ്രീക്കില് ഈറോസ്. ഇറോട്ടിക് എന്ന വാക്ക് ഇപ്പോൾ അത് മോശം അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒറിജിനൽ അങ്ങനെയല്ല. ഈ 3 സ്നേഹങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. എങ്കിലും അവയെ അഗാപ്പെ എന്ന ദിവസ്നേഹത്താൽ ശുദ്ധീകരിച്ചില്ലെങ്കിൽ ഈ 3 സ്നേഹങ്ങളിലും വിഷം തീണ്ടാം. ആദ്യത്തെ കൂടപ്പിറപ്പുകളായ കായേൻ ആബേലിനെ കൊന്നു, സഹോദരനെ കൊന്നു. രക്തബന്ധുക്കളാണ്. എന്തേ? കായേന്റെ സ്നേഹം ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് കായേന്റെ സ്നേഹം വിഷമായിട്ട് മാറിയത്. ഇത് നമുക്കും സംഭവിക്കാം, നമ്മുടെ കുടുംബങ്ങളും സംഭവിക്കാം. ഇതേക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന പുസ്തകമാണ് 4 Streams of Love എന്നുണ്ട് ഇംഗ്ലീഷിൽ. 4 Streams of Love. അതിന്റെ 4 എഡിഷൻ പോളിഷ് ഭാഷയിലായിട്ടുണ്ട്. അതിന്റെ ഒരു റിവൈസ്ഡ് എഡിഷൻ പോളണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇറ്റ്സ് കോൺസുമേറ്റഡ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിന്റെ റിവൈസ്ഡ് എഡിഷന്റെ പേര്. ഇല്ലേ, ബന്ധപ്പെട്ട് കഴിഞ്ഞു, കുരിശിലെ വാചകം എല്ലാം പൂർത്തിയായി എന്നതിന് ഇറ്റ്സ് കോൺസുമേറ്റഡ് എന്നും തർജ്ജമ ചെയ്യാം, ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നും തർജ്ജമ ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 4 സ്നേഹങ്ങളെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ്. ക്രിസ്തുധർമ്മത്തിന്റെ ABCD ആണ് അതെന്നാണ് പോളണ്ടിൽ ഒരു മെത്രാൻ
മെത്രാപോലിത്ത അങ്ങനെ ഒരു കമന്റ് പറഞ്ഞത്. നമ്മുടെ കുടുംബങ്ങളെല്ലാം കാണുന്ന പ്രശ്നം ഇതാണ്: ദൈവസ്നേഹത്താൽ മറ്റ് 3 സ്നേഹങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിൽ വിഷം തീണ്ടുകയാണ്. ഈ ദൈവസ്നേഹത്താൽ വിശ്വാസത്തെയും പ്രത്യാശയും നമ്മുടെ മാനുഷിക സ്നേഹങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ആദ്യത്തെ പള്ളിക്കൂടമായി കുടുംബത്തിൽ വെച്ച് നാം പ്രാർത്ഥിക്കുകയാണ്. സ്വന്തമായുള്ള രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന സ്നേഹത്തെയാണ് ദിവ്യസ്നേഹം എന്ന് പറയണേ, അഗാപ്പ എന്ന് പറയണേ. കുരിശിൽ അതാണ് സംഭവിച്ചത്. ആ സ്നേഹത്താൽ നമ്മുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ പുണ്യങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് കുടുംബ പ്രാർത്ഥനയിൽ കുടുംബത്തിൽ വെച്ച് സ്നേഹത്തിന്റെ പള്ളിക്കൂടമായ, വിശ്വാസത്തിന്റെ പള്ളിക്കൂടമായ, പ്രത്യാശയുടെ പള്ളിക്കൂടമായ കുടുംബത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക. ഈ 3 പുണ്യങ്ങളിലും ഏറ്റവും പൂർണ്ണതയോടെ ജീവിച്ച പരിശുദ്ധ കന്യാമറിയത്തിന്റെ സഹായം നമ്മൾ തേടുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ തിരുവചന ജപമാലയിലെ സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവെന്ന കർത്തൃപ്രാർത്ഥന കഴിഞ്ഞിട്ട് 3 ദൈവിക പുണ്യങ്ങള്, വിശ്വാസം, ശരണം, സ്നേഹം, ഈ 3 പുണ്യങ്ങള് കിട്ടാൻ വേണ്ടി, ദൈവസ്നേഹത്താൽ ഇത് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പള്ളിക്കൂടത്തിലിരുന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഓരോ ദൈവിക പുണ്യങ്ങളെയും കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങൾ കേട്ടാൽ മുഴുവൻ മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ 2, 3, 4 പ്രാവശ്യം കേൾക്കുമെന്നും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലും മറ്റ് കൂട്ടായ്മകളിലൊക്കെ ഇത് പങ്കുവെക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.